അപ്പോൾ എന്തുകൊണ്ടാണ് ഏഷ വിപ്രബല ഉദർക്കഃ സംപ്രത്യൂർജിത വിക്രമഃ. ഇപ്പോൾ ഈ മഹാബലിന് ഉണ്ടായിരിക്കുന്ന ബലം അത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? അത് ബലീൻ്റെ ബലമല്ല, അത് ഈ വിപ്ര ബല, ഈ പാരമ്പര്യം ഭൃഗുവംശത്തിൽ വന്നിരിക്കുന്ന ശുക്രാചാര്യ ദേവൻ തുടങ്ങി മറ്റ് ഋഷിവര്യന്മാരുടെ അവരുടെ ബലമാണ്. അതുകൊണ്ട് തേഷാം ഏവ അപമാനേന സാനുബന്ധോ വിനങ്ഷ്യതി. എന്നാണോ ഈ ഋഷിവര്യന്മാരനെ ഈ ബലി അപമാനിക്കാൻ പോകുന്നത്, അന്ന് അവന് ബലിക്ക് അവസാനം ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ബലമൊക്കെ എല്ലാം ഊർജിത വിക്രമ, ഒരുപാട് ബലം ഏറ്റവും ഉച്ചത്തിലാണ്. എന്തുകൊണ്ട്? കാരണം വിപ്ര ബല ഉദർക്കഃ, ഈ വിപ്ര ആചാര്യന്മാരുടെ ബലം കൊണ്ടാണ്. അതുകൊണ്ട് എന്നാണോ തേഷാമേവ, അവരെ തന്നെ, ആരാണോ ഈ ബലം നൽകിയിരിക്കുന്നത് അവരെ തന്നെ അപമാനിക്കുമ്പോൾ അവർക്ക് അവസാനമാകും. അപ്പം അങ്ങനെ ഏവം ഇത്തരം സുമന്ത്രിത അർത്ഥാഃ തേ ഗുരുണാ അർത്ഥ അനുദർശിന ഹിത്വാ ത്രിവിഷ്ടപം ജഗ്മുഹു ഗീർവാനാഹ കാമരൂപിണഃ. അവരെന്ത് ചെയ്തു? ഇങ്ങനെ ഗുരു പറഞ്ഞ പോലെ തന്നെ ദേവന്മാരൊക്കെ എല്ലാം ഈ അവരുടെ ദേവ രാജ്യം, ഇന്ദ്രൻ്റെ സ്വർഗം, അത് ഉപേക്ഷിച്ച് അവരവിടുന്ന് സ്ഥലം വിട്ടു. എല്ലാവരും പോയി. അപ്പോൾ ആരാ പോയത്? എല്ലാ പുരുഷന്മാരും പോയി. എല്ലാ ദേവന്മാരും ഇന്ദ്രനും എല്ലാവരും പോയി. പക്ഷെ ബാക്കി ആൾക്കാരൊക്കെ അവിടെ തന്നെയാണ്, പുരുഷന്മാരാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് എന്തായി? ദേവേഷു അഥ നിലീനേഷു ബലിഹി വൈരോചനഃ പുരീം ദേവദാനീം അധിഷ്ഠായ വശം നിന്യേ ജഗത്രയം. അപ്പോൾ ഈ എല്ലാ ദേവന്മാരും ഇങ്ങനെ മറഞ്ഞു പോയപ്പോൾ ബലി എന്ത് ചെയ്തു? ബലി ഈ സ്ഥലത്തിനെ, അതായത് ബലി വിരോചനൻ്റെ മകനാണ്. അപ്പോൾ വിരോചനൻ്റെ മകനായ ബലി എന്ത് ചെയ്തു? ഈ സ്ഥലത്തിനെ എല്ലാം ഏറ്റെടുത്തു. ദേവദാനീം അധിഷ്ഠായ, അപ്പോൾ ദേവേന്ദ്രൻ്റെ ആ സിംഹാസനത്തിൽ ഇരുന്ന് വശം നിന്യേ ജഗത്രയം, ഈ 3 ലോകങ്ങളിനെയും ഭരിക്കാൻ തുടങ്ങി. തം വിശ്വജൈനം ശിഷ്യം ഭൃഗവഃ ശിഷ്യവത്സലാഃ ശതേന ഹയമേധാനാം അനുവ്രതം അയാജയൻ. അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്തു? അപ്പോൾ ഗുരു മരിച്ചു കടന്ന ശിഷ്യനെയാണ് അവർ വീണ്ടും ജീവൻ കൊടുത്തത്. എന്നിട്ട് വിശ്വജിത്ത് യജ്ഞം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പല യജ്ഞങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് കിട്ടിയ ഊർജം കൊണ്ട് യുദ്ധത്തിന് വന്നു. പെട്ടെന്ന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വന്ന് തന്നെ ആ ദേവേന്ദ്രൻ്റെ രാജ്യത്തിനെ ഏറ്റെടുത്തു. എന്നിട്ട് ഭരിക്കാൻ ഉള്ള ശിഷ്യനെ കണ്ട് ഗുരുക്കന്മാർ, ശുക്രാചാര്യൻ്റെ നേതൃത്വത്തിൽ ഗുരുക്കന്മാർക്കും വളരെ ഇഷ്ടം തോന്നി. അപ്പോൾ അവരൊന്ന് പറഞ്ഞു, കുറച്ചും കൂടി ഊർജം കൂടട്ടെ. ഈ ധനത്തിനും ഊർജത്തിനും പരിമിതിയൊന്നുമില്ല, എത്ര കൂടിയാലും പോരാ. അപ്പോൾ ഊർജം കൂടട്ടെ എന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തു? അവർ കുറച്ചും കൂടി യാഗങ്ങൾ, ഷതേന ഹയമേധാനാം. ഹയമേധ എന്ന് വെച്ചാൽ അശ്വമേധ. ഹയ എന്ന് വെച്ചാൽ അശ്വം എന്ന് വെച്ചാൽ കുതിര. അശ്വമേധ യജ്ഞം ചെയ്യാൻ 100 അശ്വമേധ, ഒരു അശ്വമേധ യജ്ഞം ചെയ്താൽ തന്നെ പ്രതാപം വളരെയധികം കൂടും. 100 അശ്വമേധ യജ്ഞം ചെയ്യാൻ ആ മഹാബലിനെ നിർദ്ദേശിച്ചു. അപ്പോൾ നിർദ്ദേശിച്ചു മാത്രമല്ല, സഹായിച്ചുകൊണ്ടിരിക്കുക. അതാണ് എപ്പോഴും ഗുരുക്കന്മാരനെ ആരാധിക്കണം എന്നാണ് അർത്ഥം. കാരണം ഇപ്പോൾ പഠിക്കുമ്പോൾ തന്നെ നല്ലോണം അധ്യാപകർ പറയുന്നത് കേട്ടാൽ അധ്യാപകർ തന്നെ പറഞ്ഞു കൊടുക്കും, ആ പരീക്ഷ ഒന്ന് എഴുത്, ഈ പരീക്ഷയിൽ ഈ ചോദ്യങ്ങളൊക്കെ വരും, അതൊന്ന് പഠിച്ചേക്ക്. അധ്യാപകർ തന്നെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കും.
അങ്ങനെ സംഗീതത്തിൻ്റെ അധ്യാപകർ അവർ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ സംഗീതം പറയും, നിനക്ക് ഈ സ്ഥലത്തൊന്നും ഇതാണ്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒരിക്കലും ഈ ശബ്ദം മാറാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ അവർ പഠിപ്പിച്ചു കൊടുക്കും. അതൊക്കെ അവർ പറഞ്ഞു തരും. അധ്യാപകരനെ നല്ലോണം ബഹുമാനിച്ച് അവർ പറയുന്ന രീതിയിൽ. പക്ഷെ അങ്ങനത്തെ അധ്യാപകരും വേണം കേട്ടോ. അങ്ങനത്തെ രീതിയിൽ ഉണ്ടായെങ്കിൽ അവർ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കും. അതാണ് ഇവിടെ, അവർ തന്നെ പറഞ്ഞു കൊടുക്കും. തതഃ തദ് അനുഭാവേന ഭുവനത്രയ വിശ്രുതാം. അതുകൊണ്ട് എന്തായി, ഇത്രയും യജ്ഞങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് 3 ലോകങ്ങളും ഈ മഹാബലിയുടെ യശസ് അത് 3 ലോകങ്ങളിലും എത്തി. കീർത്തിം ദിക്ഷു വിതൻവാനഃ സ രേജ ഉടുരാടിവ. അപ്പോൾ എന്തായി, എങ്ങനെയാണോ ചന്ദ്രൻ്റെ കിരണങ്ങൾ, ചന്ദ്രൻ്റെ വെട്ടം എല്ലാ ലോകങ്ങളിലും എത്തിച്ചേരുന്നത്, അതുപോലെ തന്നെ ബലിയുടെ യശസ് എല്ലാ ലോകങ്ങളും എത്തിച്ചേർന്നു. ബുഭുജേ ച ശ്രിയം ശ്രുദ്ധാം ദ്വിജദേവോപലംബിതാം കൃതകൃത്യം ഇവ ആത്മാനം മന്യമാനോ മഹാമനാഹ. അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ ഈ യശസ്സൊക്കെ കിട്ടിയതിൽ സന്തുഷ്ടനായ മഹാബലി ഈ ഋഷിവര്യന്മാരിൻ്റെ അനുഗ്രഹം കൊണ്ട്, മഹാമനാഹ അനുഗ്രഹം കൊണ്ട് മഹാബലിന് കിട്ടിയ ഈ അനുഗ്രഹം, യശസ്, അതിനെ വിചാരിച്ച് ഇത്രയും ഐശ്വര്യം അതിനെയും ഇത് ചെയ്ത് ആസ്വദിച്ച് മഹാബലി ജീവിക്കാൻ തുടങ്ങി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഋഷിക്കന്മാർക്ക് ശരിയാ, അവരുടെ ശിഷ്യൻ നന്നായി, വളരെ അഭിമാനമാണ്. അപ്പോൾ എപ്പോഴും ഒരു അധ്യാപകൻ അറിയപ്പെടുന്നത് ശിഷ്യൻ വഴിയാണ്. അധ്യാപകൻ അറിയപ്പെടുന്നത് ശിഷ്യൻ വഴിയാണ്. അങ്ങനെയാണ് ഹൈദരാബാദിലുള്ള ഒരു കോച്ച്, ആർക്കും അറിയില്ല, ഗോപിനാഥ്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയും. ശിഷ്യൻ വഴിയാണ് ഗുരു അറിയപ്പെടുന്നത്. പക്ഷേ ഗുരുവിന് ശിഷ്യനോട് ഉള്ള വാത്സല്യത്തിനേക്കാളും എത്രയോ കൂടുതലാണ് ഒരു അമ്മയ്ക്ക് കുട്ടികളോടുള്ള വാത്സല്യം. അപ്പോൾ അമ്മ, ഇവിടെ ഒരു അമ്മ ഉണ്ട്. ആരാണ് അമ്മ? ദേവന്മാരുടെ അമ്മ അദിതി. അപ്പോൾ അദിതിക്ക് ഒരുപാട് ദുഃഖം, വിഷമം. എന്തുകൊണ്ട്? സ്വാഭാവികമായി എല്ലാവരും മാറിപ്പോയല്ലോ, എവിടെയാണെന്ന് പോലും അറിയില്ല. കാരണം അറിഞ്ഞാൽ പിന്നെ ബലിയും അറിയല്ലോ, അപ്പോൾ സംഹരിക്കല്ലോ, അപ്പോൾ എല്ലാവരും മരിക്കല്ലോ. അതുകൊണ്ട് അജ്ഞാതവാസം പോലെയാണ്, മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിഥീന് വളരെ ദുഃഖം. അതിഥീൻ്റെ ഭർത്താവാരാണ്? കശ്യപ മുനി. അപ്പോൾ ഈ കശ്യപ മുനിയുടെ അടുത്ത് അതിഥി പോകുന്നു. എന്ത് പറയുന്നു? ഏവം പുത്രേഷു. അപ്പോൾ ശുഗദേവൻ പറയുന്നതാണ്, ഏവം പുത്രേഷു നഷ്ടേഷു ദേവമാതാ അതിഥി തഥാ. ഇങ്ങനെ എല്ലാ പുത്രന്മാരും മറഞ്ഞു പോയതിൽ, നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ മരിച്ചു എന്നാണ് അർത്ഥം. മരിച്ചിട്ടില്ല, പക്ഷെ ഗുണവുമില്ല. ചില പിള്ളേരങ്ങനെ ഉണ്ടോ? ഉണ്ടായിട്ട് വലിയ ഗുണമൊന്നുമില്ല. അങ്ങനെ ആയിപ്പോയി. ഇവിടെ ഉണ്ട്, പക്ഷെ വലിയ ഗുണമൊന്നുമില്ല. എന്താണ്? അടുത്തില്ലല്ലോ, സംസാരിക്കാൻ പറ്റില്ലല്ലോ, അവരോട് വാത്സല്യം പുലർത്താൻ പറ്റില്ലല്ലോ, മാത്രമല്ല അവർക്ക് ഇങ്ങോട്ട് സേവനം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിഥി, ദേവന്മാരുടെ മാതാവായ അമ്മയായ അതിഥി ഒരുപാട് കഷ്ടപ്പെട്ടു. ഹൃതേ ത്രിവിഷ്ടപേ ദൈത്യൈഹി പര്യതപ്യത് അനാഥവത്. അപ്പോൾ എന്താണ് ഇവിടെ? സ്വർഗലോകത്തിൽ ഈ ദേവന്മാരൊക്കെ പോയി കഴിഞ്ഞതുകൊണ്ട് സ്വർഗലോകത്തിൽ അതിഥി ഒരു അനാഥയെ പോലെ, അനാഥവത്, അനാഥയെ പോലെയാണ് കഴിച്ചു കൊടുക്കുന്നത്. ആരുമില്ല, ഒന്നും. അപ്പോൾ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല, നിസ്സഹായമായ ഒരവസ്ഥ. അപ്പോൾ എന്ത് ചെയ്തു?
ഏകദാ കശ്യപഃ തസ്യ ആശ്രമം ഭഗവാൻ അഗാത്. അപ്പോൾ ഒരു ദിവസം അദിതീൻ്റെ ആശ്രമത്തിലേക്ക് കശ്യപ വന്നു. അപ്പോൾ കശ്യപ മുനി എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരുപാട് നിരുത്സവം നിരാനന്ദം സമാധേഹേ വിരതശ്ചിരാത്. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഒരു സമാധിയിലാണ്. അപ്പോൾ ചിരാത് ഒരുപാട് കാലം, നീണ്ട കാലം സമാധിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് അദ്ദേഹം കണ്ടു എന്താണ്? നിരുത്സവം നിരാനന്ദം. അദിതിയുടെ ആശ്രമത്തിൽ, അദിതി താമസിക്കുന്ന സ്ഥലത്ത് ഒന്നും നമ്മൾ പറയില്ല, എന്തോ ഒരു മരണ വീട്ടിൽ വന്ന പോലെ എന്ന്. ആരും ചിരിക്കുന്നില്ല, ഇങ്ങനെ വളരെ ഗാംഭീര്യത്തോടെ നിങ്ങളൊക്കെ ഇരിക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താ നിരുത്സവം നിരാനന്ദം, ഒരു ആനന്ദമില്ലല്ലോ. എന്തു പറ്റി? എന്താ പ്രശ്നം എന്ന് ആ കശ്യപ മുനിക്ക് തോന്നി. അപ്പോൾ സപത്നീം ദീനവദനാം കൃതാസന പരിഗ്രഹ സമാജിതോ യഥാന്യായം ഇതമാഹ കുരുദ്വഹ. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ട ബഹുമാനമൊക്കെ കാണിച്ച് അദ്ദേഹത്തിന് ഇരിക്കാൻ സ്ഥലം കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി, ഭാര്യയായ അദിതിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ സംഭവിച്ചത്? അപ്പി അഭദ്രം ന വിപ്രാണാം ഭദ്രേ ലോകേ അധുനാ ആഗതം ന ധർമ്മസ്യ ന ലോകസ്യ മൃത്യോഹോ ഛന്ദാനുവർത്തിനഃ. പറഞ്ഞു, എന്താണ് നീ ഇങ്ങനെ ഇരിക്കാൻ കാരണം? അതായത് എനിക്ക് ഇവിടെ ഒന്നും തെറ്റായിട്ടൊന്നും നടന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒന്നും അമംഗളം ഒന്നും നടന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ധർമ്മത്തിൻ്റെ വഴി ഒന്നും വ്യതിചലിക്കപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ലോകത്തിൽ മരണമുണ്ടെങ്കിലും ഈ ലോകത്തിൽ വലിയ അപകടമൊന്നും സംഭവിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത്? പിന്നെ പറയുന്നു, അപ്പി വാ കുശലം കിഞ്ചിത് ഗൃഹേഷു ഗൃഹമേധിനി ധർമ്മസ്യ അർത്ഥസ്യ കാമസ്യ യത്ര യോഗോ ഹി അയോഗിനാം. അതായത് എന്താണ് ഇവിടെ പറ്റിയത്? എന്താ ഈ ഗൃഹസ്ഥം എന്ന് പറയുമ്പോൾ, ഗൃഹസ്ഥ വീടെന്ന് പറയുമ്പോൾ യോഗം അങ്ങനെ സാധനയിലൂടെ, ആത്മീയ സാധനയിലൂടെ യോഗം അനുഷ്ഠിക്കാത്ത ആൾക്കാർക്ക് പോലും അവർക്ക് പോലും ഗൃഹസ്ഥ ധർമ്മം എന്ത് ചെയ്യുന്നു? അവർക്കും ഫലം നൽകുന്നു. അപ്പം ഇവിടെ ഈ ഗൃഹസ്ഥ കർത്തവ്യങ്ങളൊക്കെ പാലിച്ചാൽ തന്നെ അപ്പോൾ തന്നെ അവർക്ക് ഒരുപാട് ഫലങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തെങ്കിലും വളരെ തെറ്റായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ധർമ്മത്തിനെ നോക്കി ചെല്ലുമ്പോഴോ, അല്ലെങ്കിൽ അർത്ഥം സംഗ്രഹിക്കാൻ നോക്കുമ്പോഴോ, കാമങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും തെറ്റായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അപിവാ അതിഥയോഹോ അഭേദ്യ കുടുംബാസക്തയാ ത്വയാ ഗൃഹാത് അഭ്യൂജിതാ യാതാഹ പ്രത്യുത്ഥാനേന വാക്വചിത്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു അതിഥി വന്നിട്ട് ആ അതിഥീനെ വെള്ളം പോലും ചോദിക്കാതെ അയച്ചെങ്കിൽ ഇത് കുറുക്കന്മാർ താമസിക്കുന്ന ഒരു സ്ഥലം പോലെയാണ്, അതിനേക്കാളും കൂടുതലൊന്നുമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയും, എവിടെയെങ്കിലും പോയാൽ എല്ലാവരും വെള്ളമെങ്കിലും വാങ്ങിച്ചു കുടിക്കണം, അത്ര കൊടുത്തില്ലെങ്കിലും. അപ്പോൾ കൊടുക്കാറില്ല പല ആൾക്കാർ, വെള്ളം പോലും ചോദിക്കാറില്ല. അവർ ഒരു വീട്ടിൽ പോയിട്ട് അതിഥീൻ്റെ അടുത്ത് നമ്മൾ ഒരു വെള്ളം പോലും ചോദിച്ചില്ലെങ്കിൽ അപ്പം അതെങ്ങനെയാണ്? അതാണ് ഇവിടെ പറയുന്നത്. ഗൃഹേഷു യേഷു അതിഥയോഹോ
ന അർച്ചിതാഹ സലിലൈരപ്പി. സലിലം എന്ന് പറഞ്ഞാൽ വെള്ളം. ആരാണോ വീട്ടിൽ വന്ന അതിഥിക്ക് വെള്ളം പോലും കൊടുത്ത് സേവനം ചെയ്യാത്തത്, യതി നിര്യാന്തിത്തെ, അങ്ങനെ വെള്ളം പോലും കിട്ടാത്ത ആള് അവിടുന്ന് മാറിപ്പോയെങ്കിൽ നൂനം ഫേരുരാജ ഗൃഹോപമ. ഫേരുരാജ കുറുക്കൻ. അപ്പൊ അവര് വീട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഈ പറഞ്ഞ വീട് സൂ പോയിട്ടില്ല ആരും? ഒരുപാട് ദുർഗന്ധം ഉണ്ടാവും. കുറുക്കൻ്റെ വീടില്ലേ താമസിക്കുന്ന സ്ഥലം കണ്ടിട്ടില്ല? എന്താ കണ്ടിട്ടുണ്ടോ? റോഡിൽ കണ്ടിട്ടുണ്ടോ? ആ താമസിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ദുർഗന്ധം ഉണ്ടാവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദുർഗന്ധം, ഒരുപാട് ദുർഗന്ധം, അടുത്ത് പോകാൻ പറ്റില്ല. പല സൂലും അത് കാരണം തന്നെ വെക്കില്ല അത്, കാരണം അത്രയ്ക്കും ദുർഗന്ധമാണ്. അപ്പം അങ്ങനത്തെ വീട്, അതായത് തീരെ വൃത്തിയില്ലാതിരിക്കും. അവർക്ക് വൃത്തി ഇഷ്ടമല്ല. വൃത്തി എവിടെയെങ്കിലും വൃത്തിയായിരുന്നെങ്കിൽ അവിടെ രണ്ട് ഇവരെ കൊണ്ടുവന്നാൽ മതി, കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയാൽ മതി. എല്ലാം അവിടെ നിന്നും എല്ലാം മണ്ണും ഇതൊക്കെ കൊണ്ടുവന്ന് അവിടെ വിട്ടും. എന്തെങ്കിലും എലിയോ അല്ലെങ്കിൽ പൂച്ചയോ പട്ടിയോ ഒക്കെ കടിച്ച് കൊന്ന് അവിടെ ഇടും. അപ്പം അതൊന്നും വൃത്തികേടൊക്കെ ആയാൽ അപ്പം പിന്നെ മനസ്സമാധാനമായി. നമുക്ക് നാഷണൽ ജോഗ്രഫിക് ചാനലിലോ ഡിസ്കവറിയിലോ കാണാം. അതുകൊണ്ടാണ് അത് പറയുന്നത് ഫേരുരാജ ഗൃഹോപമ. ഫേരുരാജ അങ്ങനത്തെ മൃഗത്തിൻ്റെ വീടിനെ പോലെയാകും എന്ന്. ഇത്രയ്ക്കും വൃത്തിയില്ലാത്ത അമംഗലമായിരിക്കുന്ന ദുർഗന്ധമുള്ള വീട് പോലെയാണ്. ഇവിടെ ഒരു വീട്ടിൽ പോയിട്ട് വെള്ളം പോലും ചോദിക്കാതെ സലിലൈരപ്പീന അർച്ചിത, വെള്ളം പോലും നമ്മൾ പറയില്ലേ, വെള്ളം പോലും ചോദിച്ചില്ല എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് ആരെങ്കിലും വീട്ടിൽ പോയാൽ വെള്ളം ചോദിച്ച് വാങ്ങിക്കണം. അവർ തന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഗൃഹസ്ഥന് മോശമാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള വീടാണ് ഇങ്ങനെ ചത്ത വീട് പോലെ ഉണ്ടാവുക എന്നാണ് അർത്ഥം. അപ്പം നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് ഇവിടെ ചോദിക്കാൻ വരുന്നത്. ഗൃഹേഷു യേശു അതിഥയോഹോ നാർച്ചിത സലിലൈരപി. പിന്നെ പറയുന്ന അപി അഗ്നയസ്തു വേലായാം ന ഹുത ഹവിഷാമതി സതി ത്വയോദ് വിഘ്നദിയ ഭദ്രേ പ്രോഷിതേ മയി കർഹിച്ചിത്. അപ്പോൾ ഈ അഗ്നിഹോത്രി എന്ന് പറഞ്ഞ ഒരു സർനെയിം ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഋഗ്വേദത്തിൽ പറയുന്നു അഗ്നിഹോത്രം ജുഹുയാത് സ്വർഗകാമഹ. സ്വർഗം പ്രാപിക്കാൻ ഇച്ഛിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ അഗ്നിഹോത്രം എന്നുള്ള യജ്ഞം ചെയ്യണം. ഇതെന്താണ്? രാവിലെ എഴുന്നേറ്റ് തന്നെ ഒരു അഗ്നി, ആ അഗ്നി ഒരിക്കലും കെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പാചകം ചെയ്യണം. അതുകൊണ്ട് തന്നെ ചന്ദനത്തിരി കത്തിക്കണമെങ്കിൽ അതും അതുകൊണ്ട് തന്നെ. വീട്ടിൽ എന്തിനൊക്കെ അഗ്നി ആവശ്യമാണോ അതൊക്കെ അതിൽ തന്നെ ചെയ്യണം. മരിക്കുന്നവരെ പൂജയും ഹോമവും യജ്ഞവും എല്ലാം അതൊന്നും ചെയ്യണം. അതാണ് അഗ്നിഹോത്രം. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നു അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തില്ലെങ്കിൽ അപകടമാണ്. അപ്പം ഇദ്ദേഹം ചോദിക്കുന്നു, നീ എപ്പോഴെങ്കിലും വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് മറന്നുപോയോ, അല്ലെങ്കിൽ വേറെ എന്തിലെങ്കിലും സമയം പോയതുകൊണ്ട് ഈ അഗ്നി അതിൽ ഹുത അവിഷ, അതായത് അതിൽ ഈ ആഹുതികൾ കൊടുക്കാൻ മറന്നുപോയോ? എന്താ സംഭവിച്ചത്? അപ്പോൾ ഒരു വീട്ടിൽ ഒരു സ്ഥലത്ത് ഐശ്വര്യം ഇല്ലെങ്കിൽ സ്ഥിരം നാം ചെയ്യേണ്ട പൂജാതി കർമ്മങ്ങൾ ചെയ്തില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാനിപ്പോൾ ഇത്രയും ദിവസം സമാധിയിലായിരുന്നല്ലോ, അപ്പം നീ ഒരു പക്ഷേ എപ്പോഴെങ്കിലും ഇത് ചെയ്യാൻ മറന്നുപോയോ എന്ന്. എന്താണ് സമയം? വിളക്ക് കത്തിക്കുന്ന സമയമാണ് എല്ലാ സീരിയലും ഉള്ളത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് സീരിയൽ കാണുന്ന ആ ഒരു ആഹ്ലാദം, ആക്രാന്തം എന്തുവേണമെങ്കിലും പറയാം. വിളക്കൊന്നും ഇപ്പോൾ ആരും കത്തിക്കുന്നില്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ അലക്സ ടേൺ ലൈറ്റ്സ് ബ്ലൂ, അത് തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നീ മറന്നുപോയോ? അങ്ങനെ മറന്നുപോയാൽ എന്താവും? വീട്ടിൻ്റെ ഐശ്വര്യം പോകും. കാരണം
യത് പൂജയാ കാമദുദാൻ യാതി ലോകാൻ ഗൃഹാൻവിതഃ ബ്രാഹ്മണഃ അഗ്നിശ്ച വൈ വിഷ്ണോഃ സർവദേവാത്മനോ മുഖം. അപ്പോൾ ബ്രാഹ്മണഃ അഗ്നിശ്ച വൈ വിഷ്ണോഃ, ബ്രാഹ്മണനും അഗ്നിയും എങ്ങനെയാണ്? അത് വിഷ്ണോഹോ സർവദേവാത്മനഃ മുഖം. ഈ വിഷ്ണുവിൻ്റെ മുഖങ്ങൾ പോലെയാണ്. ഒരു ബ്രാഹ്മണനും അഗ്നിയും വിഷ്ണുവിൻ്റെ മുഖങ്ങൾ പോലെയാണ്. എന്തുകൊണ്ട്? ഇപ്പോൾ എല്ലാറ്റിനും എന്താണ് നമുക്ക് ആവശ്യം? ഇൻ്റർനെറ്റ്. ഇപ്പോൾ എന്ത് ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റാണ് ആവശ്യം. പക്ഷെ നമ്മുടെ ശാസ്ത്രങ്ങളിൽ, വേദങ്ങളിൽ എന്തിനും അഗ്നിയാണ് ആവശ്യം. അഗ്നിയാണ് മീഡിയം. അത് വഴിയാണ് എല്ലാം പോകുന്നത്. ഏതെങ്കിലും ഒരു ദേവന് എന്തെങ്കിലും സമർപ്പിക്കണമെങ്കിൽ അഗ്നി വഴി സമർപ്പിക്കണം. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ബ്രാഹ്മണൻ്റെ മുഖം വിഷ്ണുവിൻ്റെ മുഖമാണ്. എന്തുകൊണ്ട്? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബ്രഹ്മത്തിനെ കുറിച്ച്, പരമ്പൊരുളിനെ കുറിച്ച്, പരമതത്വത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വ്യക്തി ബ്രാഹ്മണൻ. അതിനുവേണ്ടി സാധന അനുഷ്ഠിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തി ബ്രാഹ്മണൻ. ഇതാണ് ബ്രാഹ്മണൻ. അങ്ങനെ ബ്രാഹ്മണൻ. അതുപോലെ തന്നെ എല്ലാ ദേവന്മാർക്കും നമ്മളെന്തെങ്കിലും അർപ്പിക്കണമെങ്കിൽ, സമർപ്പിക്കണമെങ്കിൽ അഗ്നി വഴി ചെയ്യണം. അതുകൊണ്ട് അതും വിഷ്ണുവിൻ്റെ, എല്ലാ ദേവന്മാരും എത്തിപ്പെടുന്ന സ്ഥലമാണ് വിഷ്ണു. അപ്പോൾ ഇത് രണ്ടും വിഷ്ണുവിൻ്റെ മുഖങ്ങളാണ്. ആ വിഷ്ണുവിൻ്റെ മുഖം തന്നെയാണ് എല്ലാ ദേവന്മാരായിട്ട് നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ അത് ചെയ്താൽ എന്താണ്? ആ ബ്രാഹ്മണനെയും അഗ്നിയെയും ആരാധിച്ചാൽ ഗൃഹാൻവിതഃ, ഗൃഹസ്ഥൻ എന്താകുന്നു? ആ വ്യക്തി അത് ആരാധിച്ചാൽ ആ വ്യക്തിക്ക് എല്ലാ ആഗ്രഹങ്ങളും കിട്ടുന്നു. എല്ലാ ആഗ്രഹങ്ങളും കിട്ടുന്നു. അതുകൊണ്ട് ആരാധിക്കണം. ഒരു വ്യക്തി, ഒരു ഗൃഹസ്ഥനാണെങ്കിൽ ഈ അഗ്നിയെയും പിന്നെ അതുപോലെ ബ്രാഹ്മണനെയും ആരാധിക്കണം. പിന്നെ ചോദിക്കുന്നു, അപി സർവേ കുശലീ നഹ തവ പുത്ര മനസ്വിനി ലക്ഷയേ അസ്വസ്ഥമാത്മാനം ഭവത്യ ലക്ഷണൈഹി അഹം. അപ്പം ഞാനൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, നിൻ്റെ മനസ്സ് ശരിയല്ലല്ലോ. മനസ്സ് ശരിയല്ലല്ലോ. എന്തുകൊണ്ടാണ് ശരിയല്ലാത്തത്? അതൊന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശരിയല്ലാത്തത്? അപ്പം അതുകൊണ്ട് ഇത്രയും നേരം അതാണ് ഉദ്ദേശിച്ച് പറഞ്ഞത്. നിൻ്റെ മക്കളൊക്കെ നന്നായിരിക്കുന്നു. മക്കളൊക്കെ നന്നായിരിക്കുന്നു. പുത്രാഹ തവ പുത്രാഹ, നിൻ്റെ മക്കളൊക്കെ നന്നായിരിക്കുന്നു. നിനക്ക് നല്ല ഊർജമുള്ള മനസ്സാണ്. പക്ഷെ ഇപ്പോൾ നിന്നെ കണ്ടിട്ട് നിൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരിക്കുന്നു എന്നും ആശങ്കയിലിരിക്കുന്നു എന്നുമാണ് മനസ്സിലാക്കുന്നത് എന്ന് അദിതിയോട് കശ്യപ മുനി ചോദിക്കുന്നു. അപ്പോൾ അദിതി പറയുന്നു, അങ്ങനെ അവസ്ഥ വളരെ മോശമാണ്. ഇവിടെ ഉള്ള ദ്വിജഗവാം ബ്രഹ്മൻ, ദ്വിജ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ജനിക്കുന്ന. ഒരു ഉദാഹരണം, പല്ല് ആദ്യം എല്ലാം കൊഴിഞ്ഞു പോകും. പിന്നെ വിത്തുനിന്ന് വരുന്നതൊക്കെ എല്ലാം ആദ്യം വിത്ത് വരും, പിന്നെ അത് വിത്തുനിന്ന് വരും. മുട്ടയിൽ നിന്ന് വരുന്നതൊക്കെ എല്ലാം ആദ്യം മുട്ട ഉണ്ടാവും, പിന്നെ മുട്ട വിരിയും. പിന്നെ യജ്ഞോപവീതമാർക്കൊക്കെ കിട്ടുന്നു, അവർ ആദ്യം ജനിക്കും, പിന്നെ യജ്ഞോപവീതം കിട്ടുമ്പോൾ, പൂന്നൂല് കിട്ടുമ്പോൾ, അങ്ങനെ ദ്വിജ 2 പ്രാവശ്യം ജനിക്കുന്ന. അതായത് ഈ ദൈവത്തിൻ്റെ വഴിയിൽ പോകുന്ന വ്യക്തികൾ, അങ്ങനത്തെ വ്യക്തികൾ, അവരൊക്കെ എല്ലാം ഇവിടെ നന്നായിരിക്കുന്നു. എല്ലാം ധർമ്മത്തിനെയാണ് അനുസരിച്ച് ഇവിടെ നമ്മൾ താമസിക്കുന്നത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല
നിങ്ങൾ കാരണം, അതായത് കശ്യപ ഋഷി കാരണം ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ വരുന്ന അഗ്നയ അതിഥയോ ഭൃത്യ ഭിക്ഷവോ യേച്ച ലിപ്സവ. ഇവിടെ അഗ്നി, എല്ലാ തരത്തിലുള്ള അഗ്നിയും എല്ലാ തരത്തിലുള്ള അതിഥിമാരും എല്ലാ തരത്തിലുള്ള ഇവിടുത്തെ വേലക്കാരന്മാരും എല്ലാ തരത്തിലുള്ള ഇവിടെ വരുന്ന ഭിക്ഷുക്കളും അവരിനെയൊക്കെ എല്ലാം നാം ആദരിക്കുന്നുണ്ട്. സർവം ഭാഗവതോ ബ്രഹ്മൻ അനുധ്യാനാത് ന ഋഷ്യത്തി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും നല്ലോണം ആദരിക്കുന്നുണ്ട്, സേവനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പ്രശ്നമൊന്നുമില്ല. താങ്കൾ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ധർമ്മത്തിനെ കുറിച്ചൊന്നും പ്രശ്നമില്ല. കാരണം കോണുമേ ഭഗവൻ കാമോന സമ്പദ്യേത മാനസഃ യസ്യാ ഭവാൻ പ്രജാധ്യക്ഷ ഏവം ധർമാൻ പ്രഭാഷത്തെ. അതായത് എവിടെയാണോ താങ്കൾ ആരാണ്, ഈ ലോകത്തിൻ്റെ തന്നെ സൃഷ്ടിൻ്റെ തന്നെ തലവനാണ്. അങ്ങനെയുള്ള വ്യക്തി എനിക്ക് ധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു തരാൻ ഇവിടെ ഉള്ളപ്പോൾ എനിക്ക് എന്ത് സംശയമാണോ ഉള്ളത്? ഒരു സംശയമില്ല. എനിക്ക് അങ്ങനെയൊന്നും പ്രശ്നമില്ല. മാത്രമല്ല മരീചീൻ്റെ മകനായിരിക്കുന്ന നിങ്ങൾ ഈ സത്വ രജ തമ ഈ ഗുണങ്ങളുള്ള ഈ ജീവികൾ എല്ലാവരും നിങ്ങളുടെ പുത്രന്മാരാണ്, നിങ്ങളുടെ കുട്ടികളാണ്. അപ്പോൾ ഇത്രയും സാധനയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഒരുപാട് ശക്തിയുള്ള വ്യക്തിയാണ്. പക്ഷെ എല്ലാവരെയും ഒരേപോലെ നോക്കുന്നതാണ്, അസുരനും ദേവന്മാരെയും ഒക്കെ എല്ലാം. പക്ഷെ ആരാണോ നിങ്ങളെ ആരാധിക്കുന്നത് അവരെ പ്രത്യേകിച്ച് നിങ്ങൾ പരിപാലനം അവരെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല, എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഞങ്ങൾ ദേവന്മാർക്കും ഒന്നും പേടിക്കാനൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം? ഹൃതശ്രിയോ ഹൃതസ്ഥാനാത് സപത്നൈഹി പാഹി. ഞങ്ങളുടെ ഐശ്വര്യം സമ്പത്തും പോയി, ഞങ്ങളുടെ സ്ഥലവും പോയി. അങ്ങനെ സമ്പത്തും സ്ഥലവും എല്ലാം കളഞ്ഞു നിൽക്കുകയാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് പാഹി നഹ, ഞങ്ങളെ രക്ഷിക്കൂ പ്രഭോ, ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കൂ. ഇവിടെ പറൈ വിവാസിത സാഹം മഗ്ന വ്യസന സാഗരെ. ഞാനൊരു ദുഃഖത്തിൻ്റെ സമുദ്രത്തിൽ മുങ്ങിയിരിക്കുകയാണ്. മഗ്ന വ്യസന സാഗരെ. എന്തുകൊണ്ട്? ഒരമ്മയ്ക്ക് എന്താണ് ദുഃഖം? മക്കളെ നന്നാവുന്നില്ല എന്നുള്ളതാണ് ദുഃഖം, വേറൊന്നുമില്ല. മക്കളുടെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന്, അതാണ് അമ്മയുടെ ദുഃഖം. അപ്പോൾ അമ്മയുടെ ദുഃഖം ഇത്. അപ്പോൾ എനിക്ക് ആ ദുഃഖമുണ്ട്. വ്യസന സാഗരെ മഗ്ന അഹം. ഞാനങ്ങനെ വലിയൊരു ദുഃഖത്തിൻ്റെ സമുദ്രത്തിൽ നിമജ്ജയായിരിക്കുന്നു, മുങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഐശ്വര്യം ശ്രീ യശഃ സ്ഥാനം ഹൃതാനി പ്രബലൈർ മമ. അതുകൊണ്ട് എങ്ങനെയാണോ എൻ്റെ മക്കൾക്ക് ഈ കളഞ്ഞുപോയ ഇതൊക്കെ എങ്ങനെ കിട്ടും? അതായത് ഇപ്പോൾ കളഞ്ഞുപോയി, ഐശ്വര്യം കളഞ്ഞുപോയി, പിന്നെ അതുപോലെ സമ്പത്ത് കളഞ്ഞുപോയി, പ്രശസ്തി കളഞ്ഞുപോയി, ആ സമ്മാനം അത് കളഞ്ഞു, എല്ലാം കളഞ്ഞു. അങ്ങനെ ഇരിക്കുന്നു. യഥാ താനി പുനഃ സാധോ പ്രപദ്യേരൻ മമ ആത്മജാഹ. എൻ്റെ ആത്മജാഹ എന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾ. എൻ്റെ കുട്ടികൾക്ക് എങ്ങനെയാണോ അത് കിട്ടുന്നത് വീണ്ടും തഥാ വിദേഹി, ആ ഒരു വഴി പറഞ്ഞു തരൂ. എങ്ങനെയാണ് അത് കിട്ടുന്നതെന്നുള്ള വഴി പറഞ്ഞു തരൂ. കല്യാണം ധിയാ കല്യാണ കൃത്തമ. അതായത് നിങ്ങൾ എല്ലാവർക്കും നന്മയും മംഗളവും അതുപോലെ തന്നെ എല്ലാവർക്കും ആനന്ദം നൽകുന്ന വ്യക്തിയാണ്.
അപ്പം എങ്ങനെ ഈ കളഞ്ഞുപോയ സമ്പത്തും സ്ഥലവും അതുപോലെ തന്നെ പ്രതിഷ്ഠയും യശസ്സും ഇതൊക്കെ എങ്ങനെ കിട്ടും എന്ന് ചോദിക്കുന്നു അതിഥി. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ കശ്യപ മുനി പറയുന്നു, ഓഹോ അഹോ വിഷ്ണോഹോ മായാബലം, അഹോ വിഷ്ണോഹോ മായാബലം. ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതായത് വിഷ്ണുവിൻ്റെ മായയുടെ ബലം ഓഹോഹോ എന്തൊരു മനോഹരമാണെന്ന്. ഇത് അതായത് ഭാര്യ എന്താ പറയുന്നത്, ഭാര്യ മഗ്ന വ്യസന സാഗരെ, വ്യസനത്തിൻ്റെ അതായത് ദുഃഖത്തിൻ്റെ സമുദ്രത്തിൽ ഞാൻ മുങ്ങിയിരിക്കുന്നു എന്ന് ഭാര്യ പറയുന്നു. അപ്പം അതിന് മറുപടിയാണിത്, അഹോ വിഷ്ണോഹോ മായാ ബലം, ഓ വിഷ്ണുവിൻ്റെ മായയുടെ ബലം. അപ്പം എങ്ങനെ തോന്നും? ഒരാൾ കഷ്ടത്തിലുള്ളപ്പോൾ ഇതൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ കഷ്ടമൊക്കെ ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ തോന്നും? വളരെ മോശമായി തോന്നും. ഇയാളിന് 2 കൊടുത്താലോ എന്ന് തോന്നും. അങ്ങനെയൊക്കെ തോന്നുള്ളൂ. അപ്പം ഇവിടെ അതാണ് അഹോ വിഷ്ണോഹോ മായാബലം. ഈ വിഷ്ണുവിൻ്റെ മായയുടെ ബലം എന്ത് വലിയ ബലമാണ് എന്ന് കശ്യപ മുനി പറയുന്നു. അപ്പോൾ വിഷ്ണു തന്നെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, മമ മായ ദുരത്യയ, എൻ്റെ മായ അതിനെ തരണം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, അതിനെ തരണം ചെയ്യാൻ പറ്റില്ല, വളരെ ബുദ്ധിമുട്ടാണ് എൻ്റെ മായ. അപ്പോൾ ദൈവീമായ, അപ്പോൾ അതാണ് ദിവ്യമായയാണ്. സ്നേഹബദ്ധം ഇതം ജഗത്, ഈ ലോകം എങ്ങനെയാണ്? സ്നേഹം. അത് കേൾക്കുമ്പോൾ ഒക്കെ കുറച്ച് നന്നായി. ആസക്തി എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കാൻ അത്ര രസമില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ രണ്ടും ബന്ധനം തന്നെയാണ്. ഒരു അമ്മയ്ക്ക് എപ്പോഴാണോ കുട്ടിയോട് ഉള്ള ആ ബന്ധനം മാറുന്നത് അപ്പോഴേ മോക്ഷം കിട്ടുള്ളൂ. അപ്പോൾ അമ്മമാരിത് കേട്ടിട്ട് അങ്ങനെയാണ്, അത് വേണ്ട, അപ്പോൾ കുട്ടിയാണ് നല്ലതെന്ന്. ഈ കുട്ടി നാളെ ചീത്ത പറയുന്നത് മനസ്സിലാവുന്നില്ല. സ്നേഹബദ്ധം ഇതം ജഗത് സ്നേഹബദ്ധം. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു എങ്ങനെയാണ് ഇവരിനെയൊക്കെ കൊടുക്കുന്നതെന്ന്. അവസാനം നോക്കി സ്നേഹം എന്ന് പറഞ്ഞാൽ അതിൽ നല്ലോണം കുടുങ്ങിയിരിക്കും. ഞാൻ വിചാരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹബദ്ധം ഇതം ജഗത്. അപ്പോൾ അതുകൊണ്ട് ഇവരെ എല്ലാവരും ഇങ്ങനെ സ്നേഹത്തിൽ ഇങ്ങനെ ബദ്ധരായിരിക്കുന്നതാണ്, ഇങ്ങനെ ബദ്ധരായിരിക്കുന്നതാണ്. അപ്പൊ ഇത് വളരെ ഒരു അത്ഭുതമായിട്ടുള്ള ഒരു ചോദ്യമാണ് ബ്രഹ്മസൂത്രത്തിൻ്റെ ഭാഷ്യത്തിൻ്റെ ഉപോദ്ഘാതത്തിൽ. അതായത് ബ്രഹ്മസൂത്രത്തിന് ഭഗവത്പാദ ശങ്കരാചാര്യ ദേവൻ നൽകിയ ഭാഷ്യത്തിന് അദ്ദേഹം ഭഗവത്പാദ ശങ്കരാചാര്യ ദേവൻ നൽകുന്ന ഉപോദ്ഘാതം, അതായത് അതിനുള്ള തുടക്കം, ആമുഖം, അതിൽ പറയുന്നു. ഇത് വളരെ ഒരിക്കലും യുക്തിപരമല്ല, ഒരിക്കലും സാധ്യമല്ല. എന്ത്? ഒരേ സ്ഥലത്ത് വെട്ടവും അന്ധകാരവും ഉണ്ടാകാൻ പറ്റുമോ? ഒരിക്കലും സാധ്യമല്ല. പക്ഷെ നാം അതാണ് കാണുന്നത്. എന്താണോ നശ്വരം അതിനെ ശാശ്വതമെന്ന് വിചാരിക്കുന്നു, എന്താണോ ശാശ്വതം അതിനെ നശ്വരമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് തന്നെ പറയുന്നു ഇവിടെ, ക്വ ദേഹോ ഭൗതിക അനാത്മാ ക്വച ആത്മാ പ്രകൃതേ പരഃ കസ്യ കേ പതിപുത്രാദ്യ മോഹ ഏവ ഹി കാരണം. അവിടെ ശങ്കരാചാര്യദേവൻ പറയുന്നു ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നതിന് അധ്യാസം, അവിദ്യ, അജ്ഞാനം, അതാണ് കാരണം. ഇവിടെ പറയുന്നു മോഹ ഏവ ഹി കാരണം. മോഹം മാത്രമാണ് ഇതിൻ്റെ കാരണം. എന്തിന് കാരണം? എന്തിന് കാരണം? ക്വ ദേഹ ഭൗതിക, നശ്വരമായിരിക്കുന്ന പഞ്ചഭൂതം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ദേഹം അത് അനാത്മാവാണ്, അതായത് അത് ശാശ്വതമല്ല. ക്വച ആത്മാ പ്രകൃതേ പരഃ. പക്ഷേ ആത്മാ, ഈ നമ്മൾ കാണുന്ന, പ്രത്യക്ഷമായി കാണുന്ന പ്രകൃതിയിൽ നിന്നൊക്കെ എല്ലാം കടന്നിരിക്കുന്ന
ആ ആത്മ അത് വേറെയാണ്. പക്ഷെ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നാക്കുന്നു. ആത്മാവിനെ ഈ ശരീരം എന്ന് വിചാരിക്കുന്നു, ശരീരത്തിനെ ആത്മ എന്ന് വിചാരിക്കുന്നു. അതായത് ശരീരം എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ആത്മാവ് ഈ നശ്വര ശരീരമാണെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല കസ്യക്ക് ആരെയാണ് ഇവരൊക്കെ? ആരാണ് ഇവരൊക്കെ? ആര്? പതി പുത്രാധ്യ, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ എന്നൊക്കെ പറയുന്നത് ആരാണ്? ആരെയാണ്? അതാണ് മോഹ ഏവഹി കാരണം. അത് മോഹം മാത്രമാണ് ഇതിൻ്റെ കാരണം. അതുകൊണ്ട് അതിഥി എന്ത് ചെയ്യണപ്പോ? ഉപതിഷ്ഠ തവ പുരുഷം ഭഗവന്തം ജനാർദ്ദനം. ജനാർദ്ദനം എന്ന് വെച്ച പേരെന്താ? ജനസ്യ അർദ്ദനം. അതായത് ഈ മക്കളുടെ അടുത്തുള്ള ദുഃഖത്തിനെ മാറ്റി നിർത്തുന്ന വ്യക്തിയാണ് ജനാർദ്ദനം, ജനാർദ്ദന. അപ്പം ഈ ജനാർദ്ദനനോട്, ഭഗവാൻ വിഷ്ണുവിനോട് ഉപതിഷ്ഠ തവ, നീ അവിടെ സമർപ്പണം ഭാവം ഉണ്ടാക്കണം. ഭഗവാന്റെ അടുത്ത് സമർപ്പണം ഉണ്ടാവണം. സർവഭൂത ഗുഹാവാസം വാസുദേവം ജഗദ്ഗുരു. സർവഭൂത ഗുഹാവാസം, ഈ ലോകത്തിലുള്ള എല്ലാ ജീവികളുടെയും ഉറവിടമാണ്. അവിടെ നിന്നാണ് എല്ലാം വരുന്നത്. തൈത്തിരീയോപനിഷത്തിൽ പറയും, എവിടെ നിന്നാണോ എല്ലാ ജീവികളും ഉണ്ടാവുന്നത്, എവിടെയാണോ എല്ലാ ജീവികളും നിലനിൽക്കുന്നത്, എവിടേക്കാണോ എല്ലാ ജീവികളും വീണ്ടും പോയി ചേരുന്നത്, അത് സർവഭൂത ഗുഹാവാസം, ആവാസം, എല്ലാവരുടെയും ശരിക്കുമുള്ള നിവാസസ്ഥാനം ഭഗവാനാണ്, ഉറവിടം. അവിടെ സമർപ്പണ ഭാവം വേണം. കാരണം വാസുദേവം ജഗദ്ഗുരും സവിദാസ്യതി തേ കാമാൻ. അപ്പോൾ അങ്ങനെ ചെയ്താൽ എന്താവും? നിന്റെ ഈ ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ, ഈ ആഗ്രഹങ്ങളൊക്കെ ഹരി ദീന അനുകമ്പന. ഈ ഹരി, ഭഗവാൻ ഹരി, ഭഗവാൻ വിഷ്ണു, അദ്ദേഹം എന്താണ്? ദീന അനുകമ്പിന. അദ്ദേഹം ഒരുപാട് ദയുള്ള വ്യക്തിയാണ്, ദയുള്ള വ്യക്തിയാണ്. ആർക്കൊക്കെ ദീനരായിരിക്കുന്ന, ദീനരെന്ന് വെച്ചാൽ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ദയ കാണിക്കുന്ന വ്യക്തിയാണ്. വ്യക്തിയല്ല, ഭഗവാനാണ് ദയ കാണിക്കുന്നത്. അപ്പോൾ ആ ഭഗവാൻ എന്ത് ചെയ്യും? നിന്റെ ഈ കഷ്ടങ്ങളൊക്കെ മാറ്റിത്തരും. അമോഘ ഭഗവത് ഭക്തി ന ഇത്തരേത്തി മതിർമമ. ശുദ്ധമായ അമോഘ, അങ്ങനെ ഭക്തി വേണം. വേറെ ഭക്തി ഒന്നും തന്നെ രക്ഷിക്കില്ല എന്നാണ് എൻ്റെ വിചാരം. വേറെ വഴികളൊന്നും തന്നെ നിന്നെ രക്ഷിക്കില്ല. ഇത് ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്താണ്? ഭഗവാൻ വാസുദേവൻ അല്ലെങ്കിൽ ഭഗവത് വിഷ്ണുവിൻ്റെ ശരണാഗതി, അത് മാത്രമേ നിന്നെ രക്ഷിക്കുള്ളൂ. അതുകൊണ്ട് നീ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? നീ ഭഗവാനെ പ്രാർത്ഥിക്കണം. അപ്പം എങ്ങനെ പ്രാർത്ഥിക്കണം? അങ്ങനെ പറഞ്ഞപ്പോൾ അദിതി ചോദിക്കുക, എങ്ങനെ പ്രാർത്ഥിക്കണം? എന്താണ് ഇതിന് വഴി? കേന അഹം വിധിന ബ്രഹ്മൻ ഉപസ്ഥാസ്യേ. എങ്ങനെയാണ് പ്രാർത്ഥിക്കണം എന്നൊക്കെ, എങ്ങനെ, ഏത് രൂപത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്, ഏത് രൂപത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്, എനിക്കതൊന്നൊക്കെ പറഞ്ഞു തരൂ. എങ്ങനെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഭഗവാൻ സന്തുഷ്ടരാകും, പിന്നെ എനിക്ക് എല്ലാ കുട്ടികളും വീണ്ടും കിട്ടും. കാരണം എനിക്ക് ഒരുപാട് ദുഃഖമാണ്. സീതന്ത്യ, ഞാൻ ഒരുപാട് ദുഃഖത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു തരും. അപ്പോൾ ഭഗവാൻ എങ്ങനെ പ്രാർത്ഥിക്കണം? ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിച്ചു, എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിച്ചു, എന്ത് വേണമെങ്കിലും, പത്രം പുഷ്പം ഫലം തോയം, എന്താണോ ഇഷ്ടം അത് കൊടുത്തേക്കും. ഒന്നുമില്ലെങ്കിൽ അതും ഓക്കെ, എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിച്ചോളൂ.
നിങ്ങൾക്ക് കർമ്മം ചെയ്യാനാണ് ഇഷ്ടമാണെങ്കിൽ കർമ്മത്തിൽ സമർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്ത് പ്രാർത്ഥിച്ചോളൂ. അല്ല ഭക്തിയാണ് ഇഷ്ടമെങ്കിൽ സ്തുതി ചെയ്ത് പ്രാർത്ഥിച്ചോളൂ. അതെല്ലാം ഇഷ്ടമാണെങ്കിൽ ജ്ഞാനമാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ധ്യാനമാണെങ്കിൽ അങ്ങനെയും ചെയ്തോളൂ. ഈ പരീക്ഷയിലൊക്കെ ഓറെന്ന് വരില്ലേ, അതുപോലെ ഒരുപാട് ഓറുണ്ട്. നമുക്ക് ഭക്തിയോഗം ധ്യാനയോഗം ഒക്കെ നോക്കിയാൽ ഭഗവത്ഗീതയിൽ മനസ്സിലാവും. ഇത്രയ്ക്കും ചോയ്സാണ്. പ്രാർത്ഥിക്കുമെന്ന് മാത്രമേ പറയുന്നുള്ളൂ, എങ്ങനെ വേണം പ്രാർത്ഥിച്ചോളൂ. അപ്പം ഇവിടെ കശ്യപ മുനി പറയുന്നു, ഞാനും ഈ ലോകം സൃഷ്ടിക്കുന്ന മുമ്പ് പദ്മജഹ, അതായത് താമരയിൽ നിന്ന് ഉണ്ടായ, താമരയിൽ നിന്ന് ജനിച്ച ആരാണ്? ബ്രഹ്മാവ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, എന്താണിത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്. കേശവ തോഷണം വ്രതം. കേശവം എന്ന് പറഞ്ഞാൽ കേശി എന്ന് പറഞ്ഞ ഒരു അസുരനെ സംഹരിച്ചു ശ്രീകൃഷ്ണൻ, അതുകൊണ്ട് കേശവ. ആ കേശവ തോഷണം, ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണുവിനെ സന്തുഷ്ടനാക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? കേശവ തോഷണം വ്രതം, അതിന് എന്ത് വ്രതം അനുഷ്ഠിക്കണം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എനിക്കത് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് വ്രതം? ഇത് കേട്ട ഉടനെ വല്ല നിങ്ങൾ അനുഷ്ഠിക്കാം, പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. പിന്നെ മെഡിക്കൽ എമർജൻസി ഒക്കെ ആയാൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊരു സംഭവമുണ്ട്, ഇത് കേട്ട ഉടനെ ആൾക്കാർ അത് തുടങ്ങും. എന്താണ് ആ വ്രതം? ഫാഗുല്ലനസ്യ അമലേ പക്ഷേ ദ്വാദശ അഹം പയോവ്രത. അതായത് അമല എന്ന് വെച്ചാൽ അശുദ്ധി ഇല്ലാത്ത എന്ന് വെച്ചാൽ ശുദ്ധമായ, ഇവിടെ അർത്ഥം വെളുത്ത എന്നാണ്. അപ്പോൾ ഈ ശുക്ലപക്ഷം, ഫാൽഗുന മാസത്തിൽ വരുന്ന ശുക്ലപക്ഷത്തിൽ 12 ദിവസം എന്ത് ചെയ്യണം? പയോവ്രത. പാൽ മാത്രം കുടിച്ച്, പയ എന്ന് പറയുന്ന വാക്കിന് പക്ഷെ വെള്ളം എന്നുള്ള അർത്ഥവുമുണ്ട്. പാല് മാത്രം കുടിച്ച് 12 ദിവസം ഉണ്ടാവണം. ഒരാൾ നോക്കുന്നത് അങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന്. അർച്ചയേത് അരവിന്ദാക്ഷം ഭക്ത്യാ പരമയാൻവിത. മാത്രമല്ല അങ്ങനെ ചെയ്ത് അരവിന്ദ അക്ഷം, അതായത് താമര പോലെ കണ്ണുള്ള അരവിന്ദ അക്ഷം, ആ ഭഗവാനെ, അതായത് ഭഗവാൻ വിഷ്ണുവിനെ പരമഭക്തിയോട് ആരാധിച്ച് 12 ദിവസം പാല് മാത്രം, അതും ഫാൽഗുന മാസത്തിൽ വരുന്ന ശുക്ലപക്ഷത്തിൽ അങ്ങനെ ഇരിക്കണം. അപ്പം ഇങ്ങനെ പറഞ്ഞു. മാത്രമല്ല അതിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള രീതികളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ വിഷ്ണുവിനെ ആരാധിക്കണം, ശരി. അതിഥി അങ്ങനെ ആരാധിക്കാൻ തുടങ്ങി, വിഷ്ണുവിനെ പൂജിക്കാൻ തുടങ്ങി. നമോ ദ്വിശീർഷ്ണേ ത്രിപദേ ചതുശൃംഗായ തന്തവേ, അങ്ങനെയൊക്കെ ആരാധിക്കുന്നു. എന്താണ്? ഈ സപ്തഹസ്തായ യജ്ഞായ ത്രൈവിദ്യാത്മനേ നമഃ. സപ്തഹസ്തായ യജ്ഞായ, 7 കൈയുണ്ട്. അതുപോലെ തന്നെ ത്രൈവിദ്യാത്മനേ നമഃ, 3 തരത്തിലുള്ള വിദ്യകളുണ്ട്. വിദ്യകൾ ആക്ച്വലി 3 തരത്തിലുള്ള, വേദത്തിൽ 3 തരത്തിലുള്ള വാക്കുകളുണ്ട്. മന്ത്രം, പിന്നെ ഗദ്യം, പദ്യം, ഗാനം. അപ്പോൾ അങ്ങനെ ചതുശൃംഗായ തന്തവേ, 4 ശൃംഗങ്ങളുണ്ട്, 4 വേദങ്ങൾ കൊമ്പുകളായിട്ടുണ്ട്. ദ്വിശീർഷ്ണേ,
ഈ യജ്ഞത്തിന് ഉപയോഗിക്കുന്ന 2 വിധം ഇഷ്ടികകളാണ്. പ്രായാതീയ, ഉദയനീയ. അപ്പോൾ ഇങ്ങനെ 2 ഇഷ്ടികകളാണ് നിങ്ങളുടെ ശിരസ്. ത്രിപദേ, സവന എന്ന് പറയും, അത് 3 നിങ്ങളുടെ കാലാണ്. ചതുശൃംഗായ തന്തവേ, അതുപോലെ അളവിൻ്റെ ഒരു മാനദണ്ഡമാണ്. അത് നിങ്ങളുടെ 7 കൈകളാണ് എന്നൊക്കെ ആരാധിക്കുന്നു. നമ ശിവായ രുദ്രായ നമ ശക്തിധരായ ച സർവവിദ്യാധിപതയെ ഭൂതാനാം പതയെ നമഃ. അങ്ങനെ ഈ അതിഥി വിഷ്ണുവിനെ ആരാധിക്കുന്നു. ശിവനാണ്, രുദ്രനാണ്, ശക്തിധരായ, ശക്തി എല്ലാ ശക്തിൻ്റെയും ഉറവിടമാണ്, ആധാരമാണ്. സർവവിദ്യാധിപതയെ, എല്ലാ വിദ്യകളുടെയും അധിപതിയാണ്. ഭൂതാനാം പതയെ, എല്ലാ ജീവികളുടെയും പതിയാണ് എന്ന്. നമോ ഹിരണ്യഗർഭായ പ്രാണായ ജഗദാത്മനെ യോഗൈശ്വര്യ ശരീരായ നമസ്തേ യോഗഹേതവേ. യോഗം സാധനമൊക്കെ ചെയ്യാനുള്ള കാരണമായിരിക്കുന്ന ഇത് നീയാണ്. യോഗൈശ്വര്യ ശരീരായ, യോഗങ്ങളുടെ ഐശ്വര്യം ഉള്ള രൂപമാണ്. അതുപോലെ തന്നെ ജഗദാത്മനെ, ഈ ലോകത്തിൻ്റെ തന്നെ പ്രാണനാണ്. പിന്നെ പ്രാണായ ഹിരണ്യഗർഭായ, പ്രാണൻ ഈ ലോകത്തിൻ്റെ തന്നെ ശക്തി, ഊർജമാണ്. ഹിരണ്യഗർഭ എന്ന് വെച്ചാൽ ഈ ലോകമൊക്കെ വരുന്ന മുമ്പ് ഉണ്ടായിരുന്ന ആ ഹിരണ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്വർണം എന്നാണ് അർത്ഥം. ഗർഭ എന്ന് പറഞ്ഞാൽ ഒരു അണ്ടം, മുട്ട എന്നുമുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ ലോകമൊക്കെ വരുന്ന മുമ്പ് എന്തിൽ നിന്നാണ് വന്നത്? അത് ഹിരണ്യഗർഭം, അതാണ്. അങ്ങനെ ഭഗവാൻ വിഷ്ണുവിനെ പല രീതിയിൽ അതിഥി ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അപ്പോൾ ഈ മന്ത്രം ആണ് പറയേണ്ടത്. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നു അതിഥിക്ക്. അങ്ങനെ അതിഥി പിന്നെ ഇതിൽ മൊത്തം എല്ലാം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. പിന്നെ അതിൽ കുറേ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എല്ലാം പറഞ്ഞു. പിന്നെ അതൊക്കെ എല്ലാം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ദക്ഷിണ കൊടുക്കണം, ആചാര്യന്മാരിന് ഭക്ഷണം കൊടുക്കണം, അങ്ങനെയൊക്കെ എല്ലാം ചെയ്തു. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് കൊടുക്കുന്നു കശ്യപ മുനി. ആർക്ക്? അതിഥീന്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവസാനം എന്താകുന്നു? ഇപ്പോൾ നമ്മൾ 17-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ അവിടെ എന്താകുന്നു? കശ്യപ മുനി പറഞ്ഞു കൊടുത്ത പോലെ തന്നെ അതിഥി ഈ 12 ദിവസം പയോവ്രത എന്നുള്ള വ്രതം അനുഷ്ഠിക്കുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അവസാനം ഈ ആചാര്യന്മാർക്ക് ഭക്ഷണം, അങ്ങനെ വിരുന്ന്, അതൊക്കെ എല്ലാം ചെയ്തിട്ട് അവരെ മനസ്സിനെ അവരെങ്ങനെ ചെയ്യുന്നു, എങ്ങനെയാണ് ഏകാഗ്രതയോട് ചെയ്യണം. അപ്പോൾ അവരെങ്ങനെയാണ് അത് ചെയ്യുന്നത്? ചിന്തയന്തി ഏകയാ ബുദ്ധ്യ മഹാപുരുഷം ഈശ്വരം പ്രഗൃഹ്യ ഇന്ദ്രിയ ദുഷ്ടാശ്വാൻ മനസാ ബുദ്ധിസാരഥി. അപ്പോൾ പല സ്ഥലത്തും കഠോപനിഷത്ത് എന്ന് തുടങ്ങി ഭഗവത്ഗീതയിലൊക്കെ ഒരു രഥത്തിനോടൊപ്പം നമ്മളെ ഒരു ജീവിനെ ഉപമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്. അതായത് ദുഷ്ടാശ്വാൻ, ഈ കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ, 5 കുതിരകളാണ് ഇന്ദ്രിയങ്ങൾ. പക്ഷേ ഈ 5 കുതിരകളും എങ്ങനെയാണ്? ഇത് നിയന്ത്രണമില്ലാത്ത കുതിരകളാണ്. അത് നമ്മൾ പറഞ്ഞ കേൾക്കാത്ത കുതിരകളാണ്. ദുഷ്ട അശ്വാൻ. അപ്പം അവരിനെയൊക്കെ എന്ത് ചെയ്യുന്നു? പ്രഗൃഹ്യ അവരിനെയൊക്കെ നിയന്ത്രിച്ച്, മനസ്സിലൂടെ നിയന്ത്രിച്ച്. സാരഥി ആരാണ്? രഥം ഓടിക്കുന്ന ആളാരാണ്? ബുദ്ധി. ഏകയാ ബുദ്ധ്യ, ഒരൊറ്റ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നു, ഏകാഗ്രതയോട് കൂടി ചിന്തിക്കുന്നു. മഹാപുരുഷം ഈശ്വരം, ആ ഭഗവാനെ ഏകാഗ്രതയോട് കൂടി ചിന്തിച്ച് അങ്ങനെ ഇതൊക്കെ ചെയ്തു
ഒരു ക്ഷണം പോലും മനസ്സ് വേറെ രീതിയിൽ പോകാതെ, വേറെ ചിന്തയിലേക്ക് പോകാതെ അവർ പയോവ്രത ഇത് അനുഷ്ഠാനം ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? പെട്ടെന്ന് വന്നു. അല്ല, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. വിശ്വാമിത്രൻ 25,000 വർഷമാണ് തപസ്സിരുന്നത്. എത്ര വർഷം? 25,000 വർഷം. 1000 വർഷം ഇരുന്നപ്പോഴാണ് പിന്നെയാണ് ഈ മേനക വരുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ഇങ്ങനെ തപസ്സിൽ നിന്ന് വ്യതിചലിച്ചു. 1000 വർഷമാണ് തപസ്സിരുന്നത്, 1-2 ദിവസമൊന്നുമല്ല. എന്നിട്ട് മേനക വന്നു. മേനക വന്നിട്ട് കുട്ടി ഉണ്ടാകുന്ന മുമ്പ് തന്നെ അദ്ദേഹം വിട്ടുപോയി, പ്രസവിക്കുന്ന മുമ്പ് തന്നെ വിട്ടുപോയി. അപ്പോൾ 1 വർഷം, 1 വർഷവുമല്ല, കുറച്ച് മാസം. പക്ഷെ അതിനു മുമ്പ് 1000 വർഷം, പിന്നെ ബാക്കി 24,000 വർഷം വിശ്വാമിത്ര ബ്രഹ്മഋഷിയാകാൻ വേണ്ടി തപസ്സിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ 1000-2000 വർഷമൊക്കെ തപസ് ചെയ്യും. 12 ദിവസം മാത്രം കുറച്ച് സ്തുതിയും പാടി പാല് മാത്രം കഴിച്ചിട്ടിരുന്നതിന് തന്നെ വിഷ്ണു വന്നു എന്ന് വെച്ചാൽ ഇത് ഭഗവാൻ വിഷ്ണുവിന് ആവശ്യമാണ്. ആവശ്യം അതിഥിൻ്റെ അല്ല, ഭഗവാൻ വിഷ്ണുവിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഓടി വന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ ഓടി വരുന്നു. എങ്ങനെ വന്നു? തം നേത്രഗോചരം വീക്ഷ്യ സഹസാ ഉത്ഥായ സാദരം നനാമ ഭുവി കായേന ദണ്ഡവത് പ്രതിവിഹ്വല. ആ ഭഗവാനെ കണ്ട ഉടനെ പെട്ടെന്ന് എഴുന്നേറ്റ് നമസ്കരിച്ചു. നനാമ ഭുവി കായേന, മുഴുവൻ സാഷ്ടാംഗമായി നമസ്കരിച്ച് അവര് എഴുന്നേച്ചു. പക്ഷെ ഭഗവാൻ എങ്ങനെയാ വന്നത്? ഭഗവാൻ തസ്യാഹ പ്രാദുരഭൂത് താത്ത ഭഗവാൻ ആദിപുരുഷ പീതവാസാ ചതുർബാഹു ശംഖചക്ര ഗദാധര. ഇതാണ് മഞ്ഞൾ വസ്ത്രം ധരിച്ച പീതവാസ, 4 ബാഹു കൈയുള്ള, ശംഖചക്ര ഗദാധര, ശംഖമുണ്ട്, ചക്രം, സുദർശന ചക്രമുണ്ട്, ഗദയുണ്ട്, ഇതൊക്കെ ധരിച്ച് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് വളരെ ബഹുമാനത്തോടു കൂടി നമസ്കരിച്ചു. പക്ഷെ ബഹുമാനം എന്ന് വെച്ചാൽ സാധാരണ ബഹുമാനമല്ല. സ ഉത്ഥായ ബദ്ധാഞ്ജലി ഈഡിത്തും സ്ഥിത ന ഉത്സേഹ ആനന്ദ ജല ആകുലേക്ഷണ. അപ്പൊ കണ്ടിട്ട് എന്താണ് അവസ്ഥ? ഇങ്ങനെ രോമാഞ്ചം, ശരീരം മുഴുവൻ എന്താണ്? ബഭൂവ തൂഷണീം പുലക ആകൂല കൃതി തദ്ദർശനാത് യുത്സവ ഗാത്രവേപതുഹു. ശരീരം മുഴുവൻ ഇങ്ങനെ രോമാഞ്ചമാണ്, കമ്പനമാണ്. പക്ഷെ ബദ്ധ അഞ്ജലിയും, 2 കൈയും കൂപ്പി കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. അങ്ങനെ ശാന്തമായി നിന്നു. തൂഷ്ണിം ബഭൂവ, ശാന്തമായി നിന്നു, ഒന്നും പറഞ്ഞില്ല. അപ്പോ എന്നിട്ട് ദേവി അവിടെ അങ്ങനെ കുറേ നേരം ഈ അദിതി ദേവി നിന്നു. അത് കഴിഞ്ഞിട്ട് ദേവി പറയാണ്, അവിടെ വീണ്ടും സ്തുതിക്കുന്നു. യജ്ഞയേഷ യജ്ഞപുരുഷ അച്യുത തീർത്ഥപാദ തീർത്ഥശ്രവ ശ്രവണമംഗളനാം നാമധേയ ആപൻ ലോക വിജൃണ ഉപശമ ഉദയാദ്യ ശംനകൃതീശ ഭഗവൻ അസി ദീനനാഥ. ഇങ്ങനെ വീണ്ടും സ്തുതിക്കുന്നു. അങ്ങനെ പല രീതിയിലും ഭഗവാനെ സ്തുതിക്കുന്നു. സ്തുതിച്ച് അവസാനം എന്താണ് പറയുന്നത്? അപ്പൊ അവസാനം ഭഗവാൻ തന്നെ ചോദിക്കുന്നു, ദേവന്മാരുടെ അമ്മയല്ലേ? അപ്പോ ദേവമാത ഭഗവാൻ ചോദിക്കുന്നു, ഭവത്യാമേ വിജ്ഞാതം ചിരകാംക്ഷിതം യത് സപത്നൈഹി ഹൃതശ്രീനാം
ചാവിതാനാം സ്വധാമതഃ. നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് എനിക്ക് അറിയാം, എനിക്ക് നല്ലോണം അറിയാം. അപ്പം അത് ഭഗവാന്റെ അടുത്ത് അതിഥി ചോദിച്ചിട്ടില്ല. പക്ഷെ ഭഗവാന്റെ അടുത്ത് ചോദിക്കാൻ തന്നെ ഭഗവാൻ എല്ലാം അറിയാലോ. അപ്പം ഇങ്ങനെ ഒരുപാട് സ്തുതി ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു അതിഥി. അപ്പം ഭഗവാൻ പറഞ്ഞു, എനിക്കറിയാം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്നുള്ളത് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരു വ്യക്തി, അസുരൻ, നിങ്ങളുടെ മക്കളെയൊക്കെ ജയിച്ച് നിങ്ങളുടെ മക്കളൊക്കെ ഇവിടുന്ന് ഓടിപ്പോയി ആ ഒരു കഷ്ടത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്, എനിക്കറിയാം. അതുകൊണ്ട് അവരൊക്കെ വീണ്ടും വരണം, അവരുടെ മക്കളും ഭാര്യകളും ഒക്കെ ഇവിടെ ഉണ്ടാവണം, അവരൊക്കെ വീണ്ടും പഴയതുപോലെ തന്നെ ഇവിടെ ഉണ്ടാവണം എന്നൊക്കെ മനസ്സിൽ വെച്ചിട്ടാണല്ലോ നിങ്ങൾ ഈ വ്രതം അനുഷ്ഠിച്ചത്. അതും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മകനായി ജനിക്കാം, ഞാൻ നിങ്ങളുടെ മകനായി ജനിക്കാം. പക്ഷേ ഈ കാര്യമൊന്നും ആരുടെടുത്തും പറയരുത് കേട്ടോ. ഞാൻ നിങ്ങളുടെ മകനായി ജനിക്കാം. സർവം സമ്പദ്യത്തെ ദേവി ദേവഗുഹ്യം സുസമൃത്തം. അതായത് ഈ ദിവ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പറയാൻ പാടില്ല, മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് പറയാൻ പാടില്ല. അപ്പോഴേ അത് ഫലം തരുള്ളൂ. അപ്പം അതുകൊണ്ട് ന ഏതത് പരസ്മാ ആഖ്യേയം പൃഷ്ടയാപി കഥഞ്ചന. ഒരു പക്ഷെ നിങ്ങളുടെ ഭർത്താവ് വരും, പറയും ഞാനല്ല പറഞ്ഞത്, വ്രതം അനുഷ്ഠിക്കാൻ ഞാനല്ല പറഞ്ഞത്, അപ്പം എന്ത് പറ്റി, അനുഷ്ഠിച്ചോ, ഭഗവാൻ വന്നോ, എന്തെങ്കിലും കിട്ടിയെന്നൊക്കെ ചോദിച്ചാലും പറയാൻ പാടില്ല. കഥഞ്ചന പൃഷ്ടയാപി, ആരെങ്കിലും ചോദിച്ചാലും പറയരുത്. ന ഏതത് പരസ്മാ ആഖ്യേയം, ഇതൊരിക്കലും പരസ്മ വേറൊരാൾക്ക് പറയരുത്. കാരണം സർവം ദേവഗുഹ്യം സുസമൃത്തം സമ്പദ്യത്തെ. എന്തൊക്കെയാണോ ദൈവികമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് രഹസ്യമായിരുന്നാലേ ഫലം തരുള്ളൂ എന്ന് പറഞ്ഞ് ഭഗവാൻ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ജനിക്കും, ഞാൻ ജനിക്കും. പക്ഷെ ഇത് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പറയണ്ടെന്നൊക്കെ പറഞ്ഞാലും കുറേ ആൾക്കാർക്ക് എല്ലാം അറിയാലോ. അപ്പോൾ പലരും വാട്സപ്പ് സർവകലാശാലയിലാണല്ലോ, അപ്പോൾ അവർക്ക് എല്ലാം അറിയാം. അപ്പോൾ അവർക്ക് തന്നെ അറിയുമ്പോൾ ഭഗവാൻ എല്ലാം അറിയില്ലേ. അപ്പോൾ ബ്രഹ്മാവിനെ എല്ലാം അറിയാം. അപ്പം ബ്രഹ്മാവിനെ അറിഞ്ഞു, അവിടെ ഭഗവാൻ വിഷ്ണു പറയുമ്പോൾ തന്നെ അവിടെ ബ്രഹ്മാൻ അറിഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറയുന്നു, ഓഹോഹോ എന്തൊരു നല്ല സംഭവമാണ്. കാരണം ഭക്തന്മാരും ദേവന്മാരും ഏറ്റവും ആസ്വദിക്കുന്നത് എന്താണ് 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 ഭഗവാന്റെ ലീലാവിലാസങ്ങൾ. ഏറ്റവും ആസ്വദിക്കുന്നത് ഭഗവാന്റെ ലീലാവിലാസങ്ങളാണ്. അപ്പോൾ ഭഗവാൻ ഒരു അവതാരമെടുക്കും, ഭഗവാന്റെ വേറൊരു ലീല നമുക്ക് കണ്ട് നമുക്ക് ആസ്വദിക്കാമല്ലോ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മ പറയുന്നു എന്താണ്, ജയോരുഗായ ഭഗവൻ ഉരുക്രമ നമോസ്തുതേ. ഭഗവാനെ നമസ്കരിക്കുന്നു. ഉരുക്രമ അതായത് ഒരുപാട് അധികം നടക്കാൻ പറ്റുന്ന വ്യക്തി. നമോസ്തുതേ, നമോ ബ്രഹ്മണി ദേവായ ത്രിഗുണായ നമോ നമഃ. അപ്പോൾ ഈ എല്ലാറ്റിൻ്റെയും ഉറവിടമായിരിക്കുന്ന ആ ദേവൻ മൂന്ന് ഗുണങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന മൂന്ന് ഗുണങ്ങൾ വഴി എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്ന ദൈവം. നമസ്തേ പൃഷ്ണി ഗർഭായ വേദഗർഭായ വേദസേ ത്രിനാഭായ ത്രിപൃഷ്ടായ ക്ഷിപിവിഷ്ടായ വിഷ്ണവേ. ഭാഗവതത്തിൽ വേറെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരുപാട് സ്തുതികളുണ്ട്, ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ നമസ്തേ പൃഷ്ണി ഗർഭായ,
വൃഷ്ണിയുടെ ഗർഭത്തിൽ ജനിച്ച അതിഥിയായി ജനിച്ച വേദഗർഭായ, ആരാണോ വേദത്തിൻ്റെ ഉറവിടം, ബ്രഹ്മസൂത്രത്തിൽ പറയുന്നു ശാസ്ത്ര യോനിത്വാദ്, ബ്രഹ്മനാണ് ശാസ്ത്രത്തിൻ്റെ ഉറവിടം. വേദഗർഭായ വേദസെ ത്രിനാഭായ, നാഭി കമലത്തിൽ 3 ലോകങ്ങളെയും ഉള്ളടക്കിയിട്ടുള്ള ത്രിപൃഷ്ഠായ, എല്ലാറ്റിൻ്റെയും സൃഷ്ടികർത്താവായിരിക്കുന്ന, എല്ലാ 3 ലോകങ്ങളെയും മറികടന്നിരിക്കുന്ന വിഷ്ണവേ എന്നങ്ങനെയൊക്കെ ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നു. ബ്രഹ്മാവിൻ്റെ സ്തുതിയാണത്. അപ്പോൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് ആരാധിക്കുന്നത്? കാരണം ഇപ്പോൾ ഭഗവാൻ വിഷ്ണു വേറൊരു അവതാരം എടുക്കാൻ പോകുന്നു. ഇങ്ങനെ വിരഞ്ച സ്തുത കർമ്മവീര്യ, വിരിഞ്ച എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ സ്തുതി ആർക്കാണോ ഉണ്ടായത്? ആ ഭഗവാൻ എന്തായി? ജനിച്ചു. ആരുടെ മകനായി ജനിച്ചു? അതിഥിയുടെ മകനായി ജനിച്ചു. എന്തായിരുന്നു ആ ഭഗവാന്റെ രൂപം? ചതുർഭുജ, 4 കൈ, ശംഖ ഗദാബ്ജ ചക്ര, ശംഖമുണ്ട്, ഗദയുണ്ട്, താമരയുണ്ട്, ചക്രമുണ്ട്, പിശങ്കവാസ, നളിനായതേക്ഷണ, നളിന ആയത ഈക്ഷണ. അതായത് ആയത്ത് എന്ന് വെച്ചാൽ ഈ പദ്മത്തിൻ്റെ ഇതള്, താമര ഇതള് പോലെയുള്ള കണ്ണുള്ള, ഈക്ഷണ, കണ്ണുള്ള പോലെ ജനിച്ചു. പ്രാദുർബഭൂവ ഭൂ അതിഥ്യാം. അപ്പോൾ അതിഥീൻ്റെ ഗർഭത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ശ്യാമൗ അദാത്തോ, എങ്ങനെയായിരുന്നു? ശ്യാമാവദാത്തോ, കറുത്ത നിറമായിരുന്നു. ജഷരാജ കുണ്ടലത്വിഷോ ഉല്ലസ ശ്രീവദനാംബുജ പുമാൻ, എങ്ങനെയായിരുന്നു? അംബുജ വദനാംബുജ, മുഖം താമര പോലെയായിരുന്നു. എല്ലാവിടെയും എന്തുകൊണ്ടാണ് താമര എന്ന് പറയുന്നത്? വേറെ ഏതെങ്കിലും പൂ പറയാമല്ലോ, റോസാപ്പൂ എന്ന് പറയാമല്ലോ, അത് താമരപ്പൂ. എന്തിനാ എപ്പോഴും താമര എന്ന് പറയുന്നത്? അതായത് ഏതൊരു സാഹചര്യത്തിൽ നിന്നാണോ വരുന്നത്, ആ സാഹചര്യത്തിൽ നിന്ന് തീരെ ഭിന്നമായി. പൊതുവെ അഴുക്ക്, ചളി എന്നൊക്കെ പറയുമ്പോൾ അവിടെ നന്നായിട്ട് എന്തുണ്ടാവും, പക്ഷെ അവിടെ നിന്ന് താമര വരുന്നു. മാത്രമല്ല അതിൽ ഈ വെള്ളം നിൽക്കുന്നില്ലല്ലോ, ഉരുണ്ടു പോവും, ആസക്തരായിരിക്കുന്നു. അപ്പോൾ എല്ലാ ഗുണങ്ങളുണ്ടായാലും ആസക്തിയുണ്ട്. മാത്രമല്ല നമ്മുടെ ഇവിടെ തള്ളിയിലുള്ള ഇവിടെ സഹസ്രാര എന്ന് പറയുന്ന ആ ചക്രം, അത് ഒരു 1000 ഇതിലുള്ള താമരയാണ്. അപ്പം അങ്ങനെ താമര അത് ദിവസം എന്താവുന്നു, വിരിയുന്നു, പിന്നെ അടയുന്നു, ദിവസം അത് ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് താമര എന്ന് പറയുന്നത്. എന്തായാലും ഈ താമരയുടെ മുഖം പോലെ കാണാൻ അത്ര നല്ല മുഖം, ഭംഗിയുള്ള മുഖം. പിന്നെ എങ്ങനെയാണ് കാതിലിട്ടിരിക്കുന്ന തോട്, അത് എങ്ങനെയാണുള്ളത്? ജഷരാജ കുണ്ടല വിഷ. ജഷരാജ എന്ന് പറഞ്ഞാൽ ഈ മത്സ്യരാജ, ഈ മീനിൻ്റെ ചിഹ്നമുള്ള തോടാണ് ഇട്ടിരിക്കുന്നത്. അത് അങ്ങനെ തിളങ്ങുന്നു. പിന്നെ ശ്രീവത്സവക്ഷ, ഒരു അടയാളമാണ്, ഒരു ലക്ഷണമാണ് ശ്രീവക്ഷ. അത്
ഇവിടെ നെഞ്ചിലുണ്ട്, ഇവിടെ ഉണ്ട്, മാറിലുണ്ട്. പിന്നെ എന്താണ്? വളയാങ്ക. വളയാങ്ക, ഇവിടെ വളയുണ്ട് കയ്യിൽ. പിന്നെ ഇവിടെയും ഒന്നും ഇടുമല്ലോ, അതിനെന്താ പറയുന്നത്? ഇവിടെ ഒന്നും ഇടല്ലോ. ആ, അപ്പോ അതിന് അങ്കത എന്ന് പറയും അതിന്. പിന്നെ കിരീട, അതുപോലെ തന്നെ വേറെയും പലതരത്തിലുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ട്. കാഞ്ചി ഗുണചാരു നുപൂര. നുപൂര എന്ന് പറഞ്ഞാൽ പാദസരം, അതുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ മാത്രമല്ല, ഇതോടൊപ്പം കൂടി മധുവ്രത വ്രാത വിഘുഷ്ടയാ സ്വയാ വിരാജിത ശ്രീ വനമാലയാ ഹരി. എല്ലാ തരത്തിലുള്ള പൂക്കൾ ഉള്ള മാലയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മാലയൊക്കെ, ഈ മാലയിലുള്ള പൂക്കളൊക്കെ കാണാൻ അതിനടുത്ത് എല്ലാം തേനീച്ചകളൊക്കെ വരുന്നുണ്ട്. പിന്നെ കൗസ്തുഭ എന്ന് പറഞ്ഞുള്ള മണിയാണ് കണ്ഠനിവിഷ്ട, കഴുത്തിലിട്ടിരിക്കുന്നത്, കണ്ഠനിവിഷ്ട. അങ്ങനെ വന്ന് ഹരി ആദ്യം നമ്മൾ കണ്ടില്ലേ, നിരുത്സവ നിരാനന്ദ, ഒരു ആഘോഷമില്ലാതെ ആനന്ദമില്ലാതെ ഇരുന്ന അതിഥീൻ്റെ ആശ്രമം, കശ്യപ മുനിൻ്റെയും ആശ്രമമാണ്. അവിടെ ആ ഒരു ആശ്രമത്തിൽ ഹരി എന്ത് ചെയ്തു? അവിടെ സ്വയാ വിരാജിത ശ്രീ വനമാലയ ഹരി. അവിടെ ഹരി വന്ന് അങ്ങനെ എല്ലാം പെട്ടെന്ന് ഒരു ഇരുണ്ടു പോയിരിക്കുന്ന മുറിയിനെ തുറന്ന്, ജനാലയൊക്കെ തുറന്ന്, വാതിലൊക്കെ തുറന്ന് അവിടെ എല്ലാം വെളിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും, പെട്ടെന്ന് അങ്ങനെ അവിടെ ഒരുപാട് ജ്യോതി വന്ന പോലെ തോന്നി. അപ്പോൾ ദിശഃ പ്രസേതുഹു സലിലാശയാഃ തഥാ സലിലാശയാഃ ദിശ പ്രസേതുഹു. എല്ലാ ദിക്കുകളും ശാന്തമായി, എല്ലാ സമുദ്രങ്ങളും ശാന്തമായി. പ്രഹൃഷ്ടാരതവോ ഗുണാൻവിതാഃ, എല്ലാ വ്യക്തികളും അവർ വളരെ ആനന്ദിക്കാൻ തുടങ്ങി. ദ്യൗ അന്തരിക്ഷം ക്ഷിതി അഗ്നി ജിഹ്വാ ഗാവോ ദ്വിജ സജ ഖൃഷു അനഗാഹാച്ച. അതായത് എല്ലാവരും, ഋതവോഹോ, എല്ലാ ഋതുക്കളും, എല്ലാ കാലങ്ങളും എല്ലാം ആനന്ദിക്കാൻ തുടങ്ങി. സ്വർഗത്തിലും പിന്നെ അതുപോലെ നടുക്കും, പിന്നെ ഭൂമിയിലും, പിന്നെ എല്ലാ മലമുകളിലും, എല്ലാ പശുക്കളിലും, എല്ലാ മൃഗങ്ങളിലും, എല്ലാ ബ്രാഹ്മണരുകളിലും, എല്ലാവിടെയും. അതായത് ദൈവത്തിൻ്റെ കാര്യം മാത്രം. ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് ബ്രാഹ്മണന് ജനിച്ച ആളായിട്ടല്ല, അതായത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ദൈവത്തിനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന, സാധന ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഒരുപാട് ആനന്ദമായി. എന്തുകൊണ്ട്? കാരണം ഭഗവാൻ ജനിച്ചു. ആരെയാണോ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിനെ കാണാൻ പറ്റും എന്നറിഞ്ഞാൽ തന്നെ ഒരുപാട് ആനന്ദിക്കല്ലോ. അപ്പോൾ അങ്ങനെ ആനന്ദിച്ചു. ശ്രോണായാം ശ്രവണദ്വാദശ്യാം മൂർത്തേ അഭിജിതി പ്രഭു സർവേ നക്ഷത്ര താരാദ്യാ ചക്രുഹു തജ്ജന്മ ദക്ഷിണം. ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. എപ്പോൾ പ്രത്യക്ഷപ്പെട്ടു? മുഹൂർത്തത്തിൻ്റെ പേര്, ലഗ്നത്തിൻ്റെ പേര് അഭിജിത്ത്, അഭിജിത്തി മുഹൂർത്തേ, ആ മുഹൂർത്തത്തിൽ. പിന്നെ ശ്രവണമാസം ദ്വാദശതിഥി, ശ്രവണദ്വാദശ്യാം, ശ്രവണമാസം ദ്വാദശതിഥി. ആ സമയം സർവേ നക്ഷത്ര താരാദ്യാഹ, ഈ എല്ലാ ജ്യോതിഷ പ്രകാരം, ആസ്ട്രോണമി പ്രകാരം ഈ നക്ഷത്രങ്ങളും താരങ്ങളും എല്ലാറ്റിൻ്റെയും സമയം മുൻകൂട്ടി അറിഞ്ഞിരുന്നു. അപ്പോൾ ശ്രവണ മാസത്തിൽ ദ്വാദശി തിഥിയിൽ അഭിജിത്ത് എന്നുള്ള ലഗ്നത്തിൽ
ആണ് ജനിച്ചത്. മാത്രമല്ല എന്തായിരുന്നു സമയം? ആ സമയം വിജയാനാമ സാ പ്രോക്ത യസ്യാം ജന്മ വിദുർഹരേ. ആ സമയം എന്തായിരുന്നു? സമയം വിജയ ദ്വാദശി എന്നും പറയും. വിജയ ദ്വാദശി. ദ്വാദശ്യാം സവിതാ തിഷ്ഠൻ മധ്യം ദിന ഗതോ നൃപ. ആ സമയം എന്തായിരുന്നു? നട്ടുച്ചയ്ക്കായിരുന്നു. നട്ടുച്ചയ്ക്ക് വാമന അവതാരം ജനിച്ച സമയം. ശ്രവണ മാസത്തിൽ ദ്വാദശി തിഥിയിൽ നട്ടുച്ചയ്ക്ക് അഭിജിത്ത് എന്നുള്ള ലഗ്നത്തിൽ. അതുകൊണ്ട് അതിനെ വിജയാദ്വാദശി എന്ന് പറയും. അപ്പം നമ്മൾ നോക്കിയാൽ ഓണം എന്നാണ് വരുന്നത്, തൊട്ട് തലേ ദിവസം ആണ് ഇത് വരുന്നത്. തിരുവോണം വരുന്നതിൻ്റെ തൊട്ട് തലേന്നാണ് വാമന അവതാരത്തിൻ്റെ ജന്മതിഥി വരുന്നത്. അപ്പം എങ്ങനെയാണ് ജനിച്ചത്? അങ്ങനെ അപ്പോൾ ആ ജനിച്ചപ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു? വാദയന്ത്രങ്ങളൊക്കെ എല്ലാവിടുന്നും ശബ്ദിക്കുന്നു. ശംഖ ദുന്ദുഭയോ നേതുഹു മൃദംഗ പണവാണകാഹ വാദീത്ര തൂര്യാണാം നിർഘോഷഃ തുമുലോ അഭവത്. അതായത് ആകാശത്തിനെ തന്നെ ഭേദിക്കുന്ന പോലെ അത്രയ്ക്കും ശബ്ദം ഭഗവാൻ ജനിച്ചപ്പോൾ ഉണ്ടായി. അത്രയ്ക്കും ശബ്ദം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു വിവരണം ഭഗവത്ഗീതയിൽ ആദ്യത്തെ പ്രഥമ അധ്യായത്തിലുണ്ടാവും. ശബ്ദ തുമുലോ അഭവത്ത് എന്ന്. യുദ്ധം ചെയ്യാൻ വേണ്ടി ഓരോ ആൾക്കാരും ഇങ്ങനെ ശബ്ദിക്കുന്നത് കേട്ടിട്ട് അങ്ങനെ ആകാശം തന്നെ അങ്ങനെ രണ്ടാവുന്നു. അങ്ങനെ ഇവിടെ ശബ്ദം. പക്ഷെ അത് ഉഗ്രമായ ശബ്ദമായിരുന്നു. ഇത് ആനന്ദകരമായ ശബ്ദമാണ്. പ്രീതാഹ നൃത്യൻ അനൃത്യൻ. അപ്സരസൊക്കെ എല്ലാം ഒരുപാട് ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യുന്നു. ഗന്ധർവ പ്രവരാ ജഗുഹു. ഗന്ധർവന്മാരൊക്കെ പാടുന്നു. ചാരണ യക്ഷരക്ഷാംസി. അതുപോലെ തന്നെ ഈ ചാരന്മാരും യക്ഷന്മാരും രക്ഷസുമാരും പിന്നെ അതുപോലെ തന്നെ സുപർണ ഭുജഗോത്തമ, ഈ നല്ല പക്ഷികളും പിന്നെ അതുപോലെ പാമ്പും സർപ്പങ്ങളും എല്ലാവരും എന്ത് ചെയ്യുന്നു? എല്ലാവരും ഈ അതിഥീൻ്റെ ആശ്രമത്തിലേക്ക് പൂ ഇടുന്നു. സിദ്ധന്മാരും വിദ്യാധരന്മാരും കിന്നരന്മാരും കിംപുരുഷന്മാരും എല്ലാവരും ഗായന്തി അതിപ്രശംസന്ത. ഒരുപാട് ആനന്ദം കൊണ്ട് അവർ പാടുന്നു. നൃത്യന്ത വിബുധാനുഗാഹ ആദിത്യാശ്രമപദം കുസുമൈ സമവാകിരൻ. അവർ എല്ലാവരും പുഷ്പമിടുന്നു. ബാല്യകാലത്തിനെ കുറിച്ച്, ജനിക്കുന്നതിനെ കുറിച്ചെല്ലാം അവിടെയുണ്ട്. പക്ഷെ ബാല്യകാലത്തിനെ കുറിച്ച് ഇങ്ങനെ വളർന്നു, ഇങ്ങനെ കളിച്ചു, അവിടെ പോയി ഇവിടെ വന്നു എന്ന് വിശദമായി ഉള്ളത് 2 അവതാരത്തിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. ശ്രീരാമചന്ദ്രൻ പിന്നെ ശ്രീകൃഷ്ണൻ. മറ്റെല്ലാ അവതാരത്തിനെ കുറിച്ചും ജനിച്ചു, പിന്നെ എന്തിനാണ് വന്ന് ചെയ്തു, പിന്നെ പോയി. ഇതങ്ങനെയല്ല. ശ്രീകൃഷ്ണൻ്റെ അവതാരമാണ് അവസാനം വരെയുണ്ട്. അതായത് ഈ ശരീരം പോകുന്നവരെ. അപ്പം അങ്ങനെ ഇവിടെ ഭാഗവതത്തിൽ മറ്റേ അവതാരം പോലെ തന്നെ ഈ അവതാരം ജനിച്ചു, ഇനി അടുത്ത് പെട്ടെന്ന് വന്ന കാര്യത്തിന് പോകും. പക്ഷെ അന്ന് ഇവിടെ എല്ലാവർക്കും വളരെയധികം മുദമാപ്പ വിസ്മിത, പ്രത്യേകിച്ച് അതിഥിക്ക് ഒരുപാട് ആശ്ചര്യം. ദൃഷ്ട്വാ അതിഥീസ്തം നിജഗർഭ സംഭവം. എൻ്റെ ഗർഭത്തിലാണ് ജനിച്ചിരിക്കുന്നത്. പരം പുമാംസം മുദമാപ്പ വിസ്മിത. അപ്പം അതിഥിക്ക് മാത്രമാണല്ലോ പറഞ്ഞത് ഞാൻ എൻ്റെ ഗർഭത്തിൽ ജനിക്കും എന്ന്. ഒരാർക്കും അറിയില്ലല്ലോ. അപ്പോൾ അതിഥിക്ക് ഒരുപാട്
ആശ്ചര്യം, ഒരുപാട് സന്തോഷം. കാരണം പരം പുമാം, ഏറ്റവും പരമപുരുഷൻ, ആ പുരുഷൻ എൻ്റെ ഗർഭത്തിൽ ജനിച്ചിരിക്കുന്നു. മുതം ആപ്പ്. അപ്പോൾ അത് അതിഥിക്ക് ഒരുപാട് സന്തോഷം തരുന്നു. വിസ്മിത, ഒരുപാട് ആനന്ദം, ഒരുപാട് ആശ്ചര്യം. ഗൃഹീത ദേഹം നിജയോഗമായ പ്രജാപതിശ്ച ജയേതി വിസ്മിത. പ്രജാപതിയും, അതായത് കശ്യപ മുനിയും ഇത് കണ്ടിട്ട് തൻ്റെ സ്വയം പുത്രനായി ജനിച്ച ആരിനെ, ഭഗവാനെ കണ്ട് വളരെയധികം ആശ്ചര്യപ്പെടുന്നു, ആനന്ദിക്കുന്നു. നിജയോഗമായ, സ്വന്തം മായ കൊണ്ട്. അതാണല്ലോ കശ്യപ മുനി ആദ്യം പറഞ്ഞത്, അഹോ മായാബലം. ഓ, എന്തൊരു മായയാണ് ഭഗവാന്റെ. അപ്പോൾ ആ മായ കാരണം തൻ്റെ സ്വന്തം പുത്രനായി ജനിച്ചത് കണ്ട് കശ്യപ മുനി ഒരുപാട് സന്തോഷപ്പെടുന്നു. യത്തദ് വപുർഭാതി വിഭൂഷണ ആയുധൈഹി അവ്യക്തചിത് വ്യക്തമധാര യദ്ഹരിഹി. എന്താണ് വിചാരിക്കുന്നത്? ഈ ലോക ചരാചരം മൊത്തം, എല്ലാവിടെയും, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ ചൈതന്യം, അവ്യക്തമായിരിക്കുന്ന ആ ചൈതന്യം, എല്ലാവിടെയും ഇരിക്കുന്ന ആ ചൈതന്യം തന്നെ ഇവിടെ ഇത്രയും ആഭൂഷണങ്ങൾ, ആഭരണങ്ങളോടുകൂടി, ഇത്രയും തേജസ്സോടുകൂടി, ഇത്രയും ദിവ്യമായ ഒരു രൂപം ധരിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഇതാണ് ഭഗവാൻ എന്ന് എവിടെയും ഒരു പരിധിയിൽ ഒതുക്കാൻ പറ്റാത്ത ആ ചൈതന്യം ഇവിടെ ഇങ്ങനെ ഒരു രൂപത്തിൽ ജനിച്ചിരിക്കുന്നു. അതും എങ്ങനെയാണ്? ആ ദിവ്യ ചൈതന്യത്തിനെ ഭഗവാൻ എന്ത് ചെയ്തു? നിജയോഗമായ സ്വന്തം മായ കൊണ്ട് ആദ്യം ഇങ്ങനത്തെ ഒരു രൂപം കാണിച്ചു. എന്താണ്? ചതുർബാഹു, നമ്മൾ കണ്ടില്ലേ? അതൊക്കെ കാണിച്ചിട്ട് പിന്നെ ബഭൂവ തേനൈവസ, അതേ ഭഗവാൻ പിന്നെ ആ രൂപം മാറ്റി വാമനോ വട്ടുഹു സംപശ്യത അതി ദിവ്യഗതിർ യഥാനടഃ. ആ ഭഗവാൻ അപ്പോൾ അവിടെ ആദ്യം എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? ശംഖചക്ര ഗദാഹസ്ത പീതവസന, ഇങ്ങനെയൊക്കെ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ എങ്ങനെയാണോ യഥാ നടഃ, എങ്ങനെയാണോ ഒരു നടി അഭിനയം ചെയ്യുന്ന വ്യക്തി, നടൻ നടി, എങ്ങനെയാണോ ഒരു നടൻ പെട്ടെന്ന് പോയി രൂപം മാറ്റുന്നത്, പെട്ടെന്ന് പോയി മാറ്റിയിട്ട് വരും. രാമായണത്തിൻ്റെ ഒരുപാട് അനുകരണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഒന്നാണ് തുളസീദാസൻ അരുളിയ രാമചരിതമാനസ്. ഈ രാമചരിതമാനസും പിന്നെ പ്രാദേശിക കുറേ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ട് വർഷത്തിൽ 2 പ്രാവശ്യം രാംലീല നടക്കും. ഒന്ന് ആ ഏപ്രിൽ മാസമുള്ള രാമനവമിയിൽ നടക്കും, പിന്നെ നവരാത്രിയിൽ നടക്കും. അപ്പോൾ ചിലപ്പോൾ ഒക്കെ ഈ അഭിനയിക്കാൻ ആൾക്കാരെ കിട്ടില്ല. അപ്പോൾ ചിലപ്പം വിഭീഷണനായിരിക്കുന്ന ആൾ തന്നെ പെട്ടെന്ന് അകത്ത് പോയി ലക്ഷ്മണനായിട്ട് വരും. കുറച്ച് മേക്കപ്പൊക്കെ അങ്ങനെ തന്നെ പഴയതുപോലെ തന്നെ ഉണ്ടാവും. ആൾക്കാരൊക്കെ കളിയാക്കും. വടക്കേന്ത്യയിലാണ് ഇതിൻ്റെ കൂടുതൽ കാണാൻ പറ്റും, രാമലീല. അപ്പോൾ അതാണ് യഥാ നട്ടഃ. എങ്ങനെയാണോ ഒരു നടൻ പെട്ടെന്ന് പോയി വേഷം മാറ്റി വരുന്നത്, അതേപോലെ ഭഗവാൻ എന്ത് ചെയ്തു? ആ വേഷം മാറ്റി ഭഗവാൻ പെട്ടെന്ന് എന്തായി? വാമനോ വട്ടുഹു, പൊക്കം കുറവായിരിക്കുന്ന ഒരു ബ്രഹ്മചാരിയായി മാറി. അപ്പം ഇതിലിപ്പോൾ വളരാനൊന്നും സമയമൊന്നുമില്ല. പെട്ടെന്ന് എല്ലാം ഇൻസ്റ്റൻറ്റ് കോഫി, ഇൻസ്റ്റൻറ്റ് ടീ പോലെ തന്നെ ഇൻസ്റ്റൻറ്റ് അവതാരം ഇതിനെയല്ല പറയുന്നത്. നരസിംഹ അവതാരത്തിനെയാണ് ഇൻസ്റ്റൻറ്റ് അവതാരം എന്ന് പറയുന്നത്. പക്ഷേ പെട്ടെന്ന് അങ്ങനെ മാറി. വാമനോ വട്ടുഹു, അത് ചെറിയ കുട്ടിയല്ല, അപ്പോൾ വാമനനായി, ഒരു ബ്രഹ്മചാരിയായി, ചെറിയ പൊക്കം കുറവായിരിക്കുന്ന ബ്രഹ്മചാരിയായി മാറി. അപ്പം ഇത് കണ്ടിട്ട് ആൾക്കാർ കുറച്ചും കൂടി ആനന്ദിച്ചു. തം വട്ടും വാമനം ദൃഷ്ട്വാ മോദമാനാ മഹർഷയഃ
കർമാണി കാരയാമാസുഹു പുരസ്കൃത്യ പ്രജാപതിം. മാത്രമല്ല എല്ലാ മഹർഷിമാരും ഒരുപാട് സന്തോഷിച്ച് പ്രജാപതിം പുരസ്കൃത്യ, ആ പ്രജാപതി എന്ന് വെച്ചാൽ കശ്യപ മുനിനെ നല്ലോണം അഭിനന്ദിച്ചു, ആശംസകൾ നൽകി. തസ്യ ഉപനീയമാനസ്യ സാവിത്രിം സവിതാ അബ്രവീത് ബൃഹസ്പതി ബ്രഹ്മസൂത്രം മേഖലാം കശ്യപോ ദദാത്. അപ്പോൾ പിന്നീട് ഈ ചെറിയ കുട്ടീനെ ഉപനയനം നടത്തണമല്ലോ, യജ്ഞോപവീതം നൽകണമല്ലോ. അപ്പോൾ ഉപനയനം, യജ്ഞോപവീതം നൽകാൻ വേണ്ടി, പൂന്നൂൽ നൽകാൻ വേണ്ടി ഉള്ള ചടങ്ങുകൾ അവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് കേൾക്കാം. പൊതുവേ ഈ ഉപനയനം കഴിഞ്ഞിട്ടാണ് ഭക്ഷണം, പക്ഷെ നമുക്കൊന്ന് മാറ്റി പിടിക്കാം, ഭക്ഷണം കഴിഞ്ഞിട്ട് ഉപനയനമാവാം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഭഗവാൻ വന്ന് ഇപ്പോൾ ഭഗവാൻ ഇതൊക്കെ ചെയ്തു. ഇപ്പം നമ്മൾ ഉള്ളത് 18-ാം അധ്യായത്തിലാണ്. 23 അധ്യായം വരെ ഉള്ളൂ. അപ്പോൾ ഈ 23 അധ്യായത്തിൽ എന്താകും? ഭഗവാൻ ഈ വാമന അവതാരമൊക്കെ എടുത്ത് മഹാബലീൻ്റെ അടുത്തൊക്കെ സംസാരിച്ച്, പിന്നെ മഹാബലീനെ ഇത് ചെയ്ത് അങ്ങനെയൊക്കെ മഹാബലി പറയും ഞാൻ വീണ്ടും ഇവിടെ വരും എന്നൊക്കെ. അതൊക്കെ എല്ലാം ആവും. പക്ഷെ ചോദ്യം ആദ്യം ചോദിച്ചത് എന്തായിരുന്നു? ചോദ്യം ഇതായിരുന്നു, എന്തുകൊണ്ട് മഹാബലി തെറ്റൊന്നും ചെയ്യാതെ തന്നെ എന്തുകൊണ്ട് മഹാബലീനെ ശിക്ഷിച്ചു എന്നാണ്. അതിനുള്ള ഉത്തരം അത് ഭഗവാൻ പറയും. അത് ശുകദേവൻ നമുക്ക് പറഞ്ഞു തരും. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.